ഹരി ഓം. എല്ലാവർക്കും ഹരി ഓം. ഇന്നത്തെ ടോപ്പിക് തെറാപ്യൂട്ടിക് യോഗ വിത്ത് പ്രാണിക് ഹീലിംഗ്. SPYSS സംസ്കാര സംഘടന സേവ സൺഡേ ഭൗതിക്കിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന ഗസ്റ്റ് ഡോക്ടർ മനോജ് ജോസ് വാടപ്പറമ്പിൽ ആണ്. സർ ഒരു പ്രാണിക് ഹീലർ ആണ്. മനോജ് സർ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ലാണ് ജനിച്ചതും വളർന്നതും ഇപ്പൊ താമസിക്കുന്നതും. ഹ്യൂമാനിറ്റീസ് ആൻഡ് സ്പിരിച്വൽ സ്റ്റഡീസിലാണ് സർ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. സർ PG ചെയ്തത് എക്കണോമിക്സിലാണ്. സാറിന്റെ ചൈൽഡ്ഹുഡിൽ സർ കറാട്ടെ, മാർഷൽ ആർട്സ് എല്ലാം പ്രാക്ടീസ് ചെയ്തിരുന്നു. കറാട്ടെ, കളരിപ്പയറ്റ്, യോഗ, ഒക്കൾട്ട് സയൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. സാറിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് എക്കണോമിക്സ് ഒക്കെ പഠിച്ചതിന് ശേഷം ബിസിനസ്സിലാണ്. ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ചെയ്തുകൊണ്ട് സാറിന് ഒരു 5-star ഹോട്ടൽ ഉണ്ടായിരുന്നു. സാറിന് ആ സമയത്തും നല്ല രീതിയിൽ ഹോട്ടൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സാറിന്റെ പാഷൻ എപ്പോഴും സ്പിരിച്വൽ പ്രാക്ടീസിലും പ്രാണിക് ഹീലിംഗിലും ഒക്കെ ആയിരുന്നു. സോ സാർ അവസാനം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതുകൊണ്ട് സാറിന്റെ ബിസിനസ് ഒക്കെ വിറ്റ് സാർ പ്രാണിക് ഹീലിംഗും സ്പിരിച്വൽ പ്രാക്ടീസിലേക്ക് തന്നെ തിരിഞ്ഞു. അർഹാട്ടിക് യോഗിയായിട്ട് സർ 15 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ എല്ലാ ഭാഗത്തുനിന്നും സാറിന്റെ ഹീലിംഗ് പ്രാക്ടീസ് എഫക്റ്റീവ് ആയത് കാരണം എല്ലാവരും സാർ അതിൽ ഭയങ്കര ബിസി ആയി തുടങ്ങി. സോ അപ്പൊ ഈ ഹീലിംഗ് ടെക്നിക്ക് നമ്മൾ ഫിസിക്കൽ ബോഡിയിൽ ഫിസിക്കൽ ലെവൽ, മെന്റൽ ലെവൽ, ഇമോഷണൽ ലെവൽ, സ്പിരിച്വൽ ലെവലിൽ ഒക്കെ ഹീലിംഗ് ചെയ്യാൻ തുടങ്ങി. സോ ഇപ്പം സാറിന് സ്വന്തമായിട്ടൊരു ട്രസ്റ്റ് ഉണ്ട്. സർ ഇപ്പം മാനേജിംഗ് ട്രസ്റ്റി ഒരു ആശ സ്കൂൾ ഓഫ് വെൽനെസ് ഡെവലപ്മെന്റ് ഫോർ പ്രൊമോഷൻ പ്രാണിക് ഹീലിംഗ് ആൻഡ് താന്ത്രിക് മാർഷൽ ആർട്സ് എന്ന ഒരു സെന്ററിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിന്റെ വൈഫിനെ കുറിച്ച് പേഴ്സണൽ ലൈഫ് പറയുകയാണെങ്കിൽ സാറിന്റെ വൈഫ് ഇസ് എൻ ഓണ്ടർപ്രൂണർ, ഫാഷൻ ആൻഡ് ഗാർമെന്റ് ഇൻഡസ്ട്രിയിലാണ്. സാറിന് 3 മക്കളാണ്, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. 3 പഠിക്കുകയാണ്. സോ ഓവർ ടു മനോജ് സർ. Manoj sir, Atma Namaste. Welcome to SPYSS NYC Malayalam Online. Thank you, Sonu. Thank you, sir. Shall we start? Sure, sir. Okay. എന്നെ നിങ്ങളുടെ ഈ മലയാളം യോഗ ചാനലിന്റെ നിങ്ങളുടെ യോഗ പ്രോഗ്രാമിൽ ഒരു ഇൻവിറ്റേഷൻ തന്നു വിളിച്ചതിനും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് അവസരം തന്നതിനും ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും, എക്സ്പെഷ്യലി എന്നെ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്ത സോനുവിനും പേഴ്സണലായിട്ട് നന്ദി പറയാം. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. കാര്യം വേറൊന്നുമല്ല, നിങ്ങളെ ഇപ്പം ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. 2 സാറുമാർ ഇവിടെ യോഗ പഠിപ്പിച്ചു, യോഗാസനാസ് ഒക്കെ ചെയ്യിപ്പിച്ചു, അത് കഴിഞ്ഞ് പ്രാണായാമം ചെയ്യിപ്പിച്ചു, അത് കഴിഞ്ഞ് ചെറിയൊരു പ്രയർ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യിപ്പിച്ചു. അപ്പൊ എല്ലാം വളരെ നന്നായിരുന്നു. അപ്പോൾ ബേസിക്കലി നിങ്ങൾ എല്ലാവരും യോഗികളാണ്. അപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നതുകൊണ്ട് ചില സാധ്യതകളും ഉണ്ട്, ചില ബാധ്യതകളും ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും എന്നെക്കാളും അറിവുള്ളവരാണ് നിങ്ങളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റോ കുറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാനുണ്ടെങ്കിൽ അത് എടുക്കണം. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പൊ നിങ്ങൾ സഹകരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടും നമുക്ക് നമ്മുടെ കത്തോലിത്തേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? Am I audible? Yeah. See, വളരെ ഗഹനമായ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോ 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് പല സ്ഥലത്തും ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ വളരെ ഷോർട്ട് ടൈമിലാണ് ഇത് പറയുന്നത്. ഇപ്പൊ 1 അവറിലാണ് നമ്മൾ അത്യാവശ്യം ഒരു വലിയ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൈയും കാലും ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോ എന്തുകൊണ്ടാണ് കൈയും കാലും ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ
ചോദിക്കണം. നിങ്ങളിപ്പോ ഒരു പ്രഭാഷണം കേട്ടു, അല്ലെങ്കിൽ നിങ്ങളൊരു സെമിനാർ അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്നൊക്കെ വെക്കുക. നിങ്ങൾ കൈയും കാലും ക്രോസ് ചെയ്തിരുന്നാൽ നിങ്ങൾ അവിടെ നടക്കുന്നതൊന്നും മനസ്സിലാക്കത്തില്ല. എന്ന് പറഞ്ഞാൽ എന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കൈയും കാലും ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഓറയെ ബ്ലോക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് നിങ്ങളുടെ ടീച്ചറിലേക്ക് തന്നെ മടങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് യു ആർ നോട്ട് സപ്പോസ് ടു ക്ലോസ് യുവർ ആംസ് ആൻഡ് ലെഗ്സ് വെനെവർ യു ആർ ലേണിംഗ് സംതിങ്. ഇത് നമ്മുടെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാം. ക്ലാസ്സിൽ പിള്ളേർക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അവർ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അത് കൈയും കാലും ഓപ്പൺ ചെയ്തിരിക്കുന്നത് നല്ലതാണ്, അത് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൈ മലത്തി വെച്ചിരിക്കുന്നതാണ് ഈ കൈയും കാലും ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ലത്. കാര്യം വേറൊന്നുമല്ല, മലത്തി കൈ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ഹാൻഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ റിസീവ് ചെയ്യുന്നു എന്നാണ്. അപ്പം എനി ടീച്ചർ ഈസ് ഗിവിംഗ് യു സം ടീച്ചിങ്സ്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ദ ടീച്ചിങ്സ്, ബെറ്റർ ഓപ്പൺ യുവർ ഹാൻഡ്സ്. അതാണ് ഈ സിറ്റിംഗ് പോസ്റ്റർ. നിങ്ങൾ ഈ ക്ലാസ് മാത്രമല്ല, അല്ല ഈ ലെക്ചർ മാത്രമല്ല, ഏത് ലെക്ചറും അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇനി നമുക്ക് ആ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കൈയും കാലം ക്ലോസ് ചെയ്തിരിക്കുക. അന്നേരമുള്ള ഗുണം ആ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് വരത്തില്ല. ഇപ്പൊ നിങ്ങളെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ, ഇഫ് യു ആർ ക്ലോസിങ് യുവർ ആംസ് ആൻഡ് ലെഗ്സ്, അത് നിങ്ങളിലേക്ക് വരത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം രണ്ട് കാര്യം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം ഇന്റലിജന്റ് ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം ആര് പറഞ്ഞാലും നിങ്ങൾ സ്വീകരിക്കണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ കേട്ട കാര്യം നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും അത് നിങ്ങൾക്ക് യോജിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് നിങ്ങൾ തള്ളിക്കളയാം. നിങ്ങൾ എടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞതല്ല, ഭഗവാൻ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യം. നാലാമത്തെ കാര്യം, നിങ്ങൾ പ്രത്യേകിച്ച് യോഗ പഠിക്കുന്നവര് ആവശ്യമില്ലാതെ ചില മുദ്രകളൊക്കെ പഠിക്കും. അത് വളരെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാല് ഒത്തിരി മുദ്രകൾ ഇപ്പൊ നിങ്ങൾ ചിന്മുദ്ര ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന കണ്ടു. അതൊക്കെ നിങ്ങളെ പഠിപ്പിച്ച ആൾക്കാർ പറഞ്ഞിട്ടാണ്, അത് ഓക്കെ, അതല്ല ഞാൻ പറയുന്നത്. ചിന്മുദ്ര, കേച്ചരി മുദ്ര, സിംഹകരൻ മുദ്ര, അഞ്ജലി മുദ്ര, ഇങ്ങനെ പല പല മുദ്രകള് നിങ്ങൾ പല സന്ദർഭങ്ങളിൽ പിടിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സിന്റെ ഗൈഡൻസ് അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. ചുമ്മാ ഒരു യോഗ പോസ്റ്റർ കണ്ടെന്നും പറഞ്ഞ ഓരോ മുദ്ര പിടിക്കരുത്. കാര്യത്തിൽ ഇതൊക്കെ ന്യൂറോളജിക്കൽ ലോക്സ് ആണ്. ഇതിന് ചില കാര്യങ്ങളുണ്ട്, ചില ഗുണവും ചില ദോഷവുമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഓരോ പർപ്പസ് എന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏത് മുദ്ര എപ്പോൾ പിടിക്കണം എന്ന് തീരുമാനിക്കാൻ. ഇതൊക്കെ ജനറൽ ആയിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രാണശക്തി ഉപയോഗിച്ചിട്ട് തെറാപ്യൂട്ടിക് യോഗ വിത്ത് പ്രാണിക് ഹീലിംഗ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം പ്രാണശക്തി ഉപയോഗിച്ചിട്ട് ഏത് അസുഖത്തെയും മാറ്റാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കൊരു ചെറിയ സംശയം അവിടെ തോന്നാം, ഏത് അസുഖത്തെയും മാറ്റാൻ പ്രാണശക്തി ഉപയോഗിച്ചിട്ട് പറ്റുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. ഏത് അസുഖത്തെയും, ഒരു തലവേദന മുതൽ ക്യാൻസർ വരെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള അസുഖങ്ങളെ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ, മെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ പ്രാണശക്തി ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റാം എന്നുള്ളത് ഒരു സത്യം. ഞാനിത് പറയുന്നത് എന്റെ കഴിഞ്ഞ 18 വർഷത്തെ എക്സ്പീരിയൻസിലാണ്. അപ്പോ ഇതിന്റെ സാധ്യതകൾ അപാരമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തിരുന്ന ഒരാളെ ചികിത്സിച്ച് മാറ്റുന്ന പോലെ തന്നെ വിദൂര ചികിത്സ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നിങ്ങൾ എവിടെ ഇരുന്നാലും, ഇപ്പൊ ബാംഗ്ലൂർ ഇരിക്കുന്ന, ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ കൊറോണയോടാണ്. കാര്യം കൊറോണ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പം ഗൂഗിൾ മീറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന സൂം ഇങ്ങനത്തെ ഇതൊക്കെ ആക്ടിവേറ്റ് ആയത്. സാധാരണ ആൾക്കാർക്കൊക്കെ ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്നിപ്പം നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂർ വരണമായിരുന്നു അല്ലേ. ഇന്നിപ്പോ അതൊന്നും വേണ്ട. ഈ സമയമായപ്പോഴത്തേക്ക് ക്ലാസ്സിൽ കയറി, നിങ്ങളും ക്ലാസ്സിൽ കയറി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് ഇപ്പൊ നമുക്കുണ്ട്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ പോലെ കാലാകാലങ്ങളില് ചികിത്സയില് വരുന്ന വ്യത്യാസം, അപ്പം അത് നിങ്ങൾ ഉൾക്കൊള്ളണം. എന്ന് പറഞ്ഞ പോലെ ദൂരെ ഇരുന്ന ആൾക്കാരെ ചികിത്സിക്കുന്ന ഒരു പ്രത്യേകതയോടെ ഈ പ്രാണിക് ഹീലിംഗിന് അല്ലെങ്കിൽ ഈ തെറാപ്യൂട്ടിക് യോഗയിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിച്ചു വന്നത്. എന്റെ സാധ്യതകളിലേക്ക് നമുക്ക് കൂടുതൽ വരാം. അപ്പോ തെറാപ്യൂട്ടിക് യോഗയെ പറ്റി സംസാരിക്കുന്നതിന് 1-2 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. നമ്മുടെ ലൈഫിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ പറയാൻ കാണും. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താൽ
നമ്മുടെ ലൈഫിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സന്തോഷം അനുഭവിക്കുക എന്നുള്ളത്. ആരോട് വേണേലും ചോദിച്ചോ, ലൈഫിന്റെ ഉദ്ദേശം എന്താ? അവര് കാണിക്കുന്ന പരാക്രമങ്ങളെല്ലാം സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് സന്തോഷം? നല്ലപോലെ ജീവിച്ച് മരിച്ചാൽ സ്വർഗത്തിൽ പോകാവുന്ന ചില മതവിഭാഗങ്ങളൊക്കെ പറയുന്നു. എന്താണ് സ്വർഗത്തിൽ പോകുന്നത്? അവിടെ സന്തോഷമുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ്. അവിടെ പോയവരാരും തിരിച്ചു വന്ന് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സന്തോഷമുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരെല്ലാം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം, എന്താണ് സന്തോഷം? സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നിങ്ങൾക്ക് ശാരീരികമായിട്ട് ആരോഗ്യം വേണം, അല്ലെ? ശാരീരികമായിട്ട് സന്തോഷം കിട്ടണമെങ്കിൽ ശാരീരികമായിട്ട് ആരോഗ്യം വേണം. തലവേദനയോ പല്ലുവേദനയോ ചെവിവേദനയോ അങ്ങനെയുള്ള ശരീരത്തിന് യാതൊരു അസുഖവും ഇല്ലാത്ത അവസ്ഥ, സ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ശാരീരികമായിട്ട് സുഖം നിങ്ങൾക്കുണ്ട്. എന്നും പറഞ്ഞ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സുഖമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ വളരെ ഹെൽത്തിയാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ വണ്ടിക്ക് വേറൊരാൾ വിലങ്ങ് വെച്ച് ചാടിയെന്ന് വെച്ചു. അന്നേരം അയാൾ നിങ്ങളെ ചീത്ത വിളിച്ചു, നിങ്ങൾ അയാളെയും ചീത്ത വിളിച്ചു. എന്നാ സംഭവിക്കുന്നു? നിങ്ങളുടെ സന്തോഷം പോയി. എവിടെ പോയി? ശാരീരികമായിട്ടുള്ള കുഴപ്പമല്ല, മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടായി. അപ്പൊ ശരീരത്തിന് സന്തോഷം വേണം, അല്ല ആരോഗ്യം വേണം, മനസ്സിന് വേണം. ഒരു നമ്മളെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ല. അപ്പൊ മനസ്സിന് വേണം, ശരീരത്തിന് വേണം, മനസ്സിന് വേണം, പിന്നെ ബുദ്ധിക്ക് വേണം. എന്താണ് ഈ ബുദ്ധി? അതിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാനും പെരുമാറാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് പറ്റണം. നിങ്ങളുടെ ബൗദ്ധിക നിലവാരത്തിലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റണം, പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ സത്സംഗിൽ വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ എത്രയോ ആൾക്കാരുണ്ടല്ലേ, അവരാരും നിങ്ങളുടെ സത്സംഗിലില്ല. പക്ഷെ സമാനമായ ചിന്താഗതികളുള്ള കുറെ ആൾക്കാർ കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, ആ കൂട്ടായ്മയിൽ നിങ്ങൾ ഒരു ചില അജണ്ട ഉണ്ടാക്കി, ചില പ്ലാനിങ് ഉണ്ടാക്കി, ആ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ദിവസവും രാവിലെ യോഗ പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആരെയെങ്കിലും വിളിച്ചിട്ട് ഒരു മണിക്കൂർ അവരുമായിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തു. എല്ലാവരും ഇതിനകത്ത് ജോയിൻ ചെയ്യാത്തത് ഭൗതികമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നത്? ശരീരത്തിന് വേണം, മനസ്സിന് വേണം, ബുദ്ധിക്ക് വേണം ആരോഗ്യം. പിന്നെയോ സോളിന് വേണം. എന്താ സോള്? ആത്മാവെന്ന് നമ്മൾ പറയുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പൊ ആത്മാവിനും ആരോഗ്യം വേണം. അപ്പം അത് ഈ ആത്മാവ് എന്ന് പറയുന്നത് ഒരു റിലിജന്റെ സ്വന്തമല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കി. പല മതവിഭാഗങ്ങളിലും ഉള്ളവര് പല വിഭാഗീയ ചിന്താഗതികളുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. ശരിക്കും റിലിജൻ വേറെ, സ്പിരിച്വാലിറ്റി വേറെ. റിലിജൻ എന്ന് പറഞ്ഞാല് ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തിൽ ആൾക്കാരെ ഒതുക്കി നിർത്തുന്നതാണ്. പക്ഷേ സ്പിരിച്വാലിറ്റി വേറെയാണ്. നിങ്ങളുടെ സോളിനെ നിങ്ങൾ തിരിച്ചറിയുക, അതുവഴി യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനെ നിങ്ങൾ തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു അവബോധത്തിലേക്ക് നമ്മൾ എത്തുന്നതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇതിലെ നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് നിങ്ങൾ ഈ പ്രാണിക് ഹീലിംഗ് അല്ലെങ്കിൽ ഈ തെറാപ്യൂട്ടിക് യോഗ പോലുള്ള കാര്യങ്ങൾ പഠിക്കുകയോ മനസ്സിലാക്കുകയോ അതിന് വിധേയമാവുകയോ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ. കാര്യത്തിൽ നിങ്ങൾ യോഗികളാണ്. എന്താണ് യോഗ എന്ന് നിങ്ങൾക്കറിയാം. എന്താണ് യോഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ, നിങ്ങളല്ല, ചില ആൾക്കാർ ഓർത്തിരിക്കുന്നത് ഈ യോഗ ആസനാസ് ആണ് യോഗ എന്നാണ്. അല്ല എന്ന് നിങ്ങൾക്കറിയാം. എന്താണ് യോഗ? യോഗ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സോൾ, അല്ലെ? ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ഒരേ ഡയറക്ഷനിൽ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് യോഗ, അല്ലെ? അതിനെ ശരീരത്തിനെ നിങ്ങൾ ഇത് ചെയ്യുന്ന, അതുകൊണ്ടാണ് അതിന്റെ ഭാഗമായിട്ട് അഷ്ടാംഗ യോഗ നിങ്ങൾ പരിശീലിച്ചിട്ടുണ്ടാവും, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അത് ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാം. അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തേത് യമം. യമം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹിംസ, സത്യം, ആസ്തേയം, അപരിഹര്യം, ബ്രഹ്മചര്യം. യമം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡിസിപ്ലിൻ, അത്രയേ ഉള്ളൂ. രണ്ടാമത്തേത് പേഴ്സണൽ ഹൈജീൻ, അതാണ് നിയമം. അതായത് നമ്മള് ക്ലൈൻലിനെസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കുളിക്കാൻ, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും. ആസന. ആസന എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഫിസിക്കൽ എക്സസൈസ് ആണ്, പക്ഷെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, അതും നിങ്ങൾക്ക് അറിയാം. സ്ഥിരം സുഖം ആസനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര നേരം സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ആ ലെവലിൽ ഇരിക്കുന്നതിന്റെ പേരാണ് ആസന. പിന്നെ പ്രാണായാമം എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ്. പിന്നെ ധാരണ. എന്തിനെയാണോ നിങ്ങൾ ധരിക്കുന്നത്, എന്തിനെയാണോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ നിങ്ങൾ തീരുമാനിക്കണം. അതിന്റെ പേരാണ് ധാരണ. പിന്നെയോ ധ്യാനം. എന്താണ് ധ്യാനം? അതിലേക്ക് നമുക്ക് വരാം. നിങ്ങളുടെ മനസ്സിനെ ഒരു സ്ഥലത്ത് എത്ര നേരം നിർത്തുന്നു, അതിന്റെ പേരാണ് ധ്യാനം.
If you are able to keep your mind in a particular place for a prolonged period of time, it is called a dhyana. പിന്നെ സമാധി, അത് കുറച്ച് നേരത്തേക്ക് പ്രലോങ് ചെയ്യുന്നതിന്റെ പേരാണ് സമാധി. പിന്നെ അതിനപ്പുറത്ത് സംയമം ഉണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് ഇതാണ് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെതായ സീരിയസ്നെസ്സിൽ മനസ്സിലാക്കുന്നതിനും പ്രാക്ടീസ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്. പ്രാണിക് ചികിത്സയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ള അർത്ഥം. പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് വിത്ത് പ്രാണ എന്നർത്ഥം. പ്രാണശക്തി ഉപയോഗിച്ചിട്ട് ഒരാളെ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയമായിട്ടുള്ള മേഖലകളിൽ, അതിനകത്ത് എക്കണോമിക്സും വരും കേട്ടോ, സാമ്പത്തിക മേഖലകളിൽ പോലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഓക്കെ. അപ്പം ഈ പ്രാണൻ എന്ന് പറയുന്നത് ഒരു സംസ്കൃത വാക്കാണ്. നിങ്ങൾ അറിയാം, നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രാണൻ. അപ്പൊ പ്രാണൻ എന്ന് പറഞ്ഞാൽ അത് 2 സംസ്കൃത പദങ്ങൾ ചേർന്നിട്ടുണ്ടായിട്ടുള്ളതാണ്. പ്രാ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് എന്നാണ് അർത്ഥം, ണ എന്ന് പറഞ്ഞാൽ എനർജി എന്നാണ് അർത്ഥം. അപ്പൊ പ്രാണ എന്ന് പറഞ്ഞാൽ അർത്ഥം സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എനർജി എന്നാണ്. അപ്പം പ്രാണൻ എന്നാന്ന് മനസ്സിലായല്ലോ. പ്രാണൻ, പ്രാണി. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം പെർമനന്റ് ക്യൂർ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നിങ്ങള് പ്രാണശക്തി ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു അസുഖം പരിപൂർണമായിട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ അതിന്റെ പേരാണ് പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങൾ വരും. പരിപൂർണം, അപ്പം ഒരു ഡോക്ടറെ നിങ്ങൾ പോയി കണ്ടു, നിങ്ങളുടെ അസുഖം മാറ്റിയാൽ അതിന് എന്താണ് പേര് പറയുന്നത്? ടെക്നിക്കലി ക്യൂറിംഗ് എന്നാണ് പറയുന്നത്. ക്യൂറിംഗ്, ഭേദപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഹീലിംഗ് എന്നാണ് പറയുന്നത്. ഹീലിംഗ് എന്ന് പറയാൻ കാരണം പെർമനന്റ് ആയിട്ട് ഈ അസുഖം മാറ്റാൻ പറ്റും. അതിന്റെ ഞാൻ ഇനിച്ചിയുടെ കാര്യങ്ങൾ പറയുന്നത് കൂടുതൽ മനസ്സിലാവും എങ്ങനെയാണ് അത് മാറ്റാൻ പറ്റുന്നത്. അപ്പം പ്രാണൻ എന്ന് പറയുന്ന ശക്തി ഉപയോഗിച്ചിട്ട് പല അസുഖങ്ങളും പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് പ്രാണിക് ഹീലിംഗ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ഉപയോഗിക്കാം. പണ്ട് കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രാചീന ചികിത്സാ രീതി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രാണിക് ഹീലിംഗ് ആണ് പറയേണ്ടി വരും. ഇപ്പൊ ഏറ്റവും മോഡേൺ ആയിട്ട് നിൽക്കുന്ന ചികിത്സാ രീതി ഏതെന്ന് ചോദിച്ചാൽ അതും നിങ്ങൾ പ്രാണിക് ഹീലിംഗിന്റെ പേര് പറയും. അപ്പൊ നിങ്ങളുടെ ചോദ്യം, ഇതുവരെ ഞങ്ങൾ ഇത് കേട്ടിട്ടില്ലല്ലോ, ഇന്നാണല്ലോ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും പ്രചാരത്തിലില്ലല്ലോ എന്നൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കാം. മനുഷ്യൻ സെറ്റിൽഡ് ലൈഫ് തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു ഗ്രാമത്തില് ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ഗുരു കാണും. അപ്പൊ അവിടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ ഈ ഗുരുവിനെ പോയി കാണും. ആ ഗുരു ഇവരുടെ തലയെ കൈവെക്കുവോ വെള്ളം തളിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഇവരുടെ അസുഖം മാറും. അപ്പൊ ഇവർ ഈ ഗുരു ഒരു ദിവ്യനാണ്, അദ്ദേഹത്തിന് ചെറിയ ദിവ്യമായ കഴിവുകൾ ഉണ്ടെന്നൊക്കെയാണ് നിങ്ങൾ നോർമലി മനസ്സിലാക്കിയിരിക്കുന്നത്. ഇയാളുടെ കൂടെ കുറെ ശിഷ്യന്മാരെ കാണും. ഇയാള് അവരെയൊന്നും കാര്യമായിട്ടൊന്നും പഠിപ്പിക്കത്തില്ല. ഇയാളുടെ കാലശേഷം ഈ ഗുരു കാണിച്ചത് ആ ശിഷ്യന്മാരും ഒക്കെ ചിലപ്പോൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു ഗുരുകുല, അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അതാണ് ഈ പ്രാണിക് ചികിത്സയാണ് അവർ ചെയ്തത്. ഇപ്പോ ഇത് ഏറ്റവും കൂടുതൽ ഈ ഗുരുക്കന്മാരുടെ ലെവലിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ ലോർഡ് ബുദ്ധയാണെന്ന് വേണം നമ്മൾ പറയേണ്ടത്. ലോർഡ് ബുദ്ധ ആണ് ഏറ്റവും കൂടുതൽ ഇത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്ത ആളെന്ന് നമ്മൾ പറയേണ്ടത്. ആക്ച്വലി ജീസസ് വാസ് എ ബുദ്ധ. ഇത് പുറത്ത് പറഞ്ഞ എടിയിടുന്ന കാര്യം. ജീസസ് ബുദ്ധിസ്റ്റ് ആണ്. അപ്പൊ ഈ ബുദ്ധിസ്റ്റ് ടെക്നിക്കാണ് ജീസസ് ഹീലിംഗിന് ഉപയോഗിച്ചതെന്ന് പറയപ്പെടും. ഓക്കെ, നമുക്കറിയില്ല. എനിവേ, അപ്പൊ അങ്ങനെ ഗുരു പരമ്പരകൾ വഴി വന്നിട്ടുള്ള ഒരു ചികിത്സാ രീതി, അപ്പൊ ആ ഗുരുകുലത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ചികിത്സാ രീതി നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പഠിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അവസരമില്ലായിരുന്ന ഒരു കാലഘട്ടത്തില് ആണ്. അപ്പൊ ഈ ഗുരു തന്നെ സാധാരണ അസുഖത്തിനെ എല്ലാം ഇങ്ങനെ ബ്ലസ് ചെയ്തോ ഒക്കെ ചികിത്സിക്കും. ഇതിനേക്കാളും ഇച്ചിലൂടെ ഇതായിട്ടുള്ള അസുഖം വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ തൊടിയിൽ നിൽക്കുന്ന ചില ഹെർബ്സ് ഒക്കെ എടുത്തിട്ട് അത് ആൾക്കാർക്ക് കൊടുത്ത് ചികിത്സിക്കും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത ചികിത്സയുടെ പേരാണ് ആയുർവേദം. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഇദ്ദേഹം കൊടുക്കുന്ന ഈ ഹെർബ്സിന്റെ കെമിക്കൽ കണ്ടന്റ് എന്നാന്ന് തിരിച്ചറിഞ്ഞിട്ട് സയൻസ് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ലാബിൽ ഡെവലപ്പ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുന്ന രീതി ഡെവലപ്പ് ചെയ്തു. അതിന്റെ പേരാണ് അലോപ്പതി എന്ന് പറയുന്ന ചികിത്സ. എന്നാൽ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അലോപ്പതി ഡോക്ടർ തന്നെ ഈ അലോപ്പതി മെഡിസിനുള്ള ചില സൈഡ് എഫക്ട്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ വേറൊരു ചികിത്സാ രീതി ഡെവലപ്പ് ചെയ്ത് അതിന്റെ പേരാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് വേറൊരു കാര്യം മനസ്സിലായി. ശരിക്കും പറഞ്ഞാല് നമ്മള് പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അസുഖങ്ങളെല്ലാം വരുന്നതെന്നുള്ള ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് അവര്
പ്രകൃതിയിലേക്ക് ആൾക്കാരെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതിന്റെ പേരാണ് നാച്ചുറോപ്പതി എന്ന് പറയുന്ന ചികിത്സാ രീതി. അതും കഴിഞ്ഞ് മോഡേൺ സയൻസ് കണ്ടുപിടിച്ചു 95% അസുഖവും സൈക്കോസോമാറ്റിക് ആണ്. അപ്പോ ശരീരത്തിനെ ചികിത്സിക്കുന്നതിനോടൊപ്പം മനസ്സിനെയും കൂടെ ചികിത്സിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഡെവലപ്പ് ചെയ്തു. അങ്ങനെ സൈക്കോളജിയും സൈക്കാട്രിയും ഒക്കെ ഡെവലപ്പ് ചെയ്തെങ്കിലും പഴയ ചികിത്സാ രീതിയും കൂടെ തിരിച്ചു കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ പറയുന്ന ഇപ്പൊ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ചികിത്സാ രീതി വന്നത്. ഇതിന്റെ പേരാണ് മോഡേൺ പ്രാണിക് ഹീലിംഗ്. ഈ മോഡേൺ പ്രാണിക് ഹീലിംഗ് ഡെവലപ്പ് ചെയ്ത ആള് സാധാരണഗതിയിൽ ഒരു ഗുരുവിന്റെ ആശ്രമത്തിൽ 10-25 വർഷമൊക്കെ മെനക്കെട്ടാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നമുക്ക് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന രീതിയിലുള്ള ഈ ചികിത്സ ഡെവലപ്പ് ചെയ്ത ആള് ഒരു ഫിലിപ്പിനുമാണ്. അദ്ദേഹം ഒത്തിരി വർഷം ഇന്ത്യയിലുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മാസ്റ്റർ ചൊവ പോക്സുയി. ഇദ്ദേഹം ബേസിക്കലി ഒരു കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം MBA ഒരു ഗോൾഡ് മെഡലിസ്റ്റ് കൂടെ ആണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഏകദേശം ഒരു 10-35 വർഷത്തെ നിരീക്ഷണ പരീക്ഷണങ്ങളാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മോഡേൺ പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഏറ്റവും എഫിഷ്യന്റ് ആണ്, അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും നൂതനവുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ഈ പ്രാണിക് ഹീലിംഗിനെ പറ്റി പറയുന്ന ആദ്യത്തെ കാര്യം. രണ്ടാമത് ഇനി നിങ്ങൾ അറിയേണ്ടത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രാണനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സംസ്കൃതത്തിൽ പ്രാണൻ എന്ന് പറയുന്നത് ഇവര് ചൈനക്കാർ പറയുന്ന ചി എന്നാ പറയുന്നത്, CHI എന്ന് പറഞ്ഞാൽ പ്രാണൻ എന്നാണ് അർത്ഥം. ജപ്പാൻകാർ അതിനെ കി എന്നാ പറയുന്നത്, KI. അതുകൊണ്ടാണ് ഇപ്പൊ റെയ്ക്കി എന്നൊക്കെ പറഞ്ഞ ചികിത്സാ രീതിയെ പറ്റി പറയുന്നത്. പോളിനേഷ്യൻ ഭാഷയിൽ ഇതിനെ മന്ന എന്നാണ് പറയുന്നത്. ബൈബിളിലൊക്കെ മന്ന എന്ന് പറയുന്നുണ്ട്. പിന്നെ റൂക്ക് എന്ന് പറയുന്നുണ്ട്, റൂഹ. ഇതെല്ലാം ബേസിക്കലി പ്രാണന്റെ ഓരോ ഭാഷയിലെ പേരുകളാണ്. ഗ്രാൻഡ് മാസ്റ്റർ ആക്ച്വലി ഈ ഫിലിപ്പീൻസുകാരനാണെങ്കിലും അദ്ദേഹം പ്രാണിക് ഹീലിംഗ് എന്നതിന് പേരിടാൻ കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിസർച്ച് ചെയ്തിരിക്കുന്നതും പ്രാക്ടീസ് ചെയ്തിരിക്കുന്നതും എല്ലാം ഇന്ത്യയിലാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഒരു ഇന്ത്യൻ നെയിം അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് നെയിം പ്രാണിക് ഹീലിംഗ് എന്ന് ഇതിന് പേരിടാൻ കാരണം. ഇത് നിങ്ങൾക്ക് ഒരു ഒരു കോഴ്സ് വേണേൽ പഠിക്കാവുന്നതാണ്. ബേസിക് കോഴ്സ് ഒക്കെ ഒരു 4 ദിവസം കൊണ്ട് പഠിക്കാം. ഓൺലൈനിൽ, ഓഫ്ലൈനിൽ 2 ദിവസം കൊണ്ട് പഠിക്കാം. അങ്ങനെ അഡ്വാൻസ് സൈക്കോതെറാപ്പി എന്നൊക്കെ പറയുന്ന പല കോഴ്സുകൾ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ അവസരമുണ്ട്. ഇദ്ദേഹം ആ രീതിയിൽ അത് ക്രമീകരിക്കുന്നതുകൊണ്ട് ചിട്ടപ്പെടുത്തിയോണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അതിന്റെ തത്വത്തിലേക്ക് ഒന്ന് കടക്കാം. കാര്യം നിങ്ങൾ ഒരു കാര്യം ചുമ്മാ കേട്ടിട്ട് കാര്യമില്ല. എന്താണ് ഇതിന്റെ അടിസ്ഥാന തത്വം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ. പ്രാണൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എനർജിയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഈ അസുഖം വരാനുള്ള കാരണം എന്താണ്? അപ്പൊ പ്രാണശക്തിയുടെ ഒഴുക്ക് ശരീരത്തിൽ എവിടെങ്കിലും തടസ്സപ്പെട്ടാൽ അവിടെ ഡേർട്ടി ഡിസീസ് നെഗറ്റീവ് എനർജികൾ കിട്ടിക്കണം. പ്രാണശക്തി എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറയാം. 3 സൈസ് പ്രാണനുകളെ പറ്റി പറയുന്നു. 3 സൈസ് പ്രാണനുകളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, അപ്പൊ നമ്മുടെ പ്രാണൻ പുറത്തു നിന്നുള്ളതും പറയണം, ആദ്യം അകത്തു നിന്നുള്ളതും പറയണം. പുറത്തുള്ള പ്രാണൻ ആണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. പുറത്തുള്ള പ്രാണൻ പ്രധാനമായിട്ടും സൂര്യനിൽ നിന്ന് വരുന്ന പ്രാണനുണ്ട്. അതിന്റെ പേര് സോളാർ പ്രാണൻ, സൗരോർജ്യം. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് വരുന്ന പ്രാണശക്തിയുണ്ട്. അതിന്റെ പേര് എർത്ത് പ്രാണ അല്ലെങ്കിൽ ഗ്രൗണ്ട് പ്രാണ എന്ന് പറയും. അതിനെ ഭൗമോർജ്യം എന്നും വേണം നമുക്ക് പറയാം. മൂന്നാമതൊരു പ്രാണശക്തിയുണ്ട്. അതിന്റെ പേരാണ് എയർ പ്രാണൻ അല്ലെങ്കിൽ വായുവിൽ നിന്ന് വരുന്ന പ്രാണൻ. ഇങ്ങനെ 3 പ്രാണനുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ പ്രകൃതിയിലുള്ളതെന്ന്. അതിനപ്പുറത്തും ഉണ്ടാവും. പ്രധാനമായിട്ടും പറയുന്ന 3 പ്രാണനാണ്, സൂര്യനിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്, എയറിൽ. അപ്പൊ ഈ 3 പ്രാണനുകൾ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്താൽ ഒരു അസുഖങ്ങളും നമുക്ക് ഉണ്ടാകത്തില്ല. ഏതെങ്കിലും ഒരു പ്രാണശക്തിയുടെ കുറവ് നമ്മുടെ ശരീരത്തിൽ വന്നാൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് പല അസുഖങ്ങളും വരുമെന്നുള്ളതാണ് ബേസിക് തിയറി. അങ്ങനെ പ്രാണശക്തി നമ്മളിലേക്ക് വരുന്നു. അതിലേക്ക് എങ്ങനെ വരുന്നെന്ന് നമുക്ക് ഞാൻ പറയാം. അങ്ങനെ പ്രാണശക്തി നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അത് 10 ഡിവൈഡ് ചെയ്യും. പക്ഷെ പ്രധാനമായിട്ടും 5 എണ്ണമാണുള്ളത്. 5 പ്രാണനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അതിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ പ്രാണൻ ഒന്നേ ഉള്ളൂ, അതാദ്യം മനസ്സിലാക്കുക. ഈ പുറത്തുള്ള ഈ 3 പ്രാണൻ, സോളാർ, ഗ്രൗണ്ട് പ്രാണൻ, എയർ പ്രാണൻ എന്ന 3 സാധനവും സമന്വയിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു പർട്ടിക്കുലർ സെന്റർ ഈ 3നെയും ഒന്നാക്കും. സോളാർ പ്രാണനെയും ഗ്രൗണ്ട് പ്രാണനെയും എയർ പ്രാണനെയും നമ്മുടെ ശരീരത്തിൽ ഒരു പർട്ടിക്കുലർ എനർജി സെന്റർ ഉണ്ട്. അതിന്റെ ഒരു സ്പ്ലീൻ എന്ന് പറയും. ആ സ്പ്ലീൻ ചക്രയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് ഒന്നാക്കിയിട്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള സ്ഥലത്തോട്ട് പ്രാണശക്തിയെ പമ്പ് ചെയ്ത് വിടും.
എവിടെങ്കിലും ഈ പ്രാണശക്തി വേണ്ട പോലെ ഒഴുകി എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് അസുഖം എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രാണശക്തിയുടെ ഒഴുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും തടസ്സപ്പെട്ടാൽ അതിനെ ആ തടസ്സപ്പെട്ട കാര്യത്തെ അവിടുന്ന് മാറ്റിയിട്ട് അവിടെ ഫ്രഷ് എനർജി നമുക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റും. ആ പ്രക്രിയയുടെ പേരാണ് പ്രാണിക് ഹീലിംഗ്. ക്ലിയർ ആണല്ലോ? അപ്പൊ പറഞ്ഞു വന്നത്, ഈ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും അതിനെ 5 നമുക്ക് വേണേൽ തിരിക്കാം. പ്രാണൻ, അതായത് നമ്മുടെ ചെസ്റ്റിന്റെ ലെവലിലാണ് പ്രധാനമായിട്ടും പ്രാണൻ ആദ്യമേ വരുന്നത്. ഓക്കെ, അതിനെ നമ്മൾ പ്രാണൻ എന്ന് പറഞ്ഞു. അപ്പോ ഇത് നമ്മുടെ ചെസ്റ്റിന്റെ അവിടെ നിന്ന് ഏകദേശം മുകളിലോട്ടാണ് അതിന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉള്ളത്. ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നു, ഹാർട്ടിനെ നിയന്ത്രിക്കുന്നു ഒക്കെയാണ് പ്രാണൻ ചെയ്യുന്നത്. രണ്ടാമതൊരു പ്രാണൻ, ആ പ്രാണന്റെ ഒരു ഉപോൽപ്പന്നമാണ് അപാനൻ. അപാനൻ എന്ന് പറഞ്ഞാല് വിസർജ്യത്തെ സഹായിക്കുന്നു, വേസ്റ്റ് മാറ്ററിനെ പുറത്തോട്ട് കളയാൻ വേണ്ടി സഹായിക്കുന്നത്. നാഭി മുതൽ താഴോട്ടാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. പിന്നെ മൂന്നാമതൊരു പ്രാണനാണ് സമാനൻ. സമാനൻ എന്ന് പറഞ്ഞ പ്രാണൻ ഈ പ്രാണനെ അപാനനെ തമ്മിൽ സമന്വയിപ്പിച്ച് അതിനെ നല്ലപോലെ പ്രവർത്തിക്കുക സമാനൻ. പിന്നെ വ്യാനൻ എന്ന് പറഞ്ഞൊരു പ്രാണനുണ്ട്. വ്യാനൻ എന്ന് പറഞ്ഞ പ്രാണൻ ശരീരത്തില് എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന പ്രാണനാണ്. ഇതാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്, നെർവ് സിസ്റ്റത്തെ, സർക്കുലേറ്ററി സിസ്റ്റത്തെ, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഈ വ്യാനൻ നിറഞ്ഞിരിക്കുന്നു. വേറൊരു പ്രാണനാണ് ഹലോ ആരെങ്കിലും വേറെ സംസാരിക്കുന്നുണ്ടോ? ഉദാനൻ എന്ന് പറഞ്ഞു കാണുന്നുണ്ടോ? ഉദാനൻ. ഈ ഉദാനൻ എന്ന് പറഞ്ഞ പ്രാണൻ നോർമലി സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും എമർജൻസി വരുമ്പോഴത്തേക്കാണ് ഈ ഉദാനൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ നമുക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, മേ ബി നമുക്കൊരു പെട്ടെന്നൊരു അപകടം ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ ഈ ഉദാനൻ കൂടുതൽ അവിടെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്റേണൽ ആയിട്ട് പ്രവർത്തിക്കും. നമുക്ക് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഡ്രിനലിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യത്തിനും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഈ ഉദാനനായിരിക്കും. പിന്നെ നമ്മുടെ മരണസമയത്ത് നമ്മുടെ ജീവനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ഈ ഉദാനനാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഉപോൽപ്പന്നമുണ്ട്, അതിന്റെ പേരാണ് ധനജയൻ എന്നാണ് പറയുന്നത്. 5 മെയിൻ പ്രാണനും 5 സബ് പ്രാണനും ഉണ്ട്. അതാണ് പറയുന്നത് പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ പറഞ്ഞാൽ നാഗൻ, ഭൂമൻ, ദേവദത്തൻ, ധനജയൻ, അങ്ങനെ പറഞ്ഞിട്ട് 10 പ്രാണനുണ്ട്. എനിവേ, അപ്പൊ ഈ പ്രാണനുകളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ പ്രാണശക്തി ശരീരത്തിൽ എവിടെ കുറയുന്നോ അന്നേരം വേറെ പ്രാണൻ, അവിടെ കെട്ടിക്കിടക്കുന്ന പ്രാണനെ കളഞ്ഞിട്ട് പുതിയ പ്രാണൻ കൊടുക്കുന്ന ചികിത്സാ രീതിയാണ് പ്രാണിക് ഹീലിംഗ്. അത് നിങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കണം. പിന്നെ അടുത്തത്, നിങ്ങൾ എങ്ങനെയാണ് ഇത് ശരീരത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ശരീരത്തെ നമുക്ക് പ്രധാനമായിട്ടും ആദ്യമേ നമുക്ക് 2 തിരിക്കാം. ഒന്ന് സ്ഥൂല ശരീരം, രണ്ടാമത്തേത് സൂക്ഷ്മ ശരീരം. കാണാവുന്ന ശരീരം, കാണാൻ പാടില്ലാത്ത ശരീരം നമുക്ക് 2 തിരിക്കാം. ലിസൺ, സ്ഥൂല ശരീരം ആൻഡ് സൂക്ഷ്മ ശരീരം. എന്താണ് സ്ഥൂല ശരീരം അല്ലെ വിസിബിൾ ഫിസിക്കൽ ബോഡി എന്ന് നിങ്ങൾ പറഞ്ഞു? നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ശരീരത്തിന്റെ പേരാണ് സ്ഥൂല ശരീരം. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. എന്താണ് പഞ്ചഭൂതങ്ങള്? ആകാശമുണ്ട്, വായുവുണ്ട്, അഗ്നിയുണ്ട്, ജലമുണ്ട്, ഭൂമിയുണ്ട്. ഇങ്ങനെ പഞ്ചഭൂതങ്ങളും കൊണ്ട് നിർമ്മിതമായിട്ടുള്ളതാണ് നിങ്ങളുടെ സ്ഥൂല ശരീരം. ഇതിനൊരു പർട്ടിക്കുലർ റേഷ്യോ ഉണ്ട്. അതിനകത്ത് 70% വെള്ളമാണ്, അതിനകത്ത് 12% കരയാണ്, അത് കഴിഞ്ഞാൽ ഭൂമിയാണ്, ബാക്കി 6% വായു, അഗ്നി, ആകാശമാണ്. അങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ സ്ഥൂല ശരീരം എന്ന് പറയാം. ഇനി ഈ സ്ഥൂല ശരീരത്തിന് പുറത്ത് നമുക്ക് വേറൊരു ശരീരമുണ്ട്, അതിന്റെ പേരാണ് സൂക്ഷ്മ ശരീരം. അപ്പൊ സ്ഥൂല ശരീരം സോളിഡ് മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മറ്റത് ഫൈൻ മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വേണേൽ പറയേണ്ടി വരും. അപ്പൊ ഈ സൂക്ഷ്മ ശരീരത്തിന് നമുക്ക് വേറെ മനസ്സിലാക്കാൻ ഒരു എളുപ്പമാർഗമാണ് ഓറ എന്ന് വേണേൽ പറയാം. സൂക്ഷ്മ ശരീരത്തെ മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗമാണ് നമ്മൾ പറയുന്നത് ഓറ. അപ്പൊ ഓറ എന്ന് നിങ്ങൾ AURA, ഓറ. എന്താണ് ഓറ? നമുക്ക് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു പ്രഭാവലയം എന്ന് വേണേൽ പറയാം. അപ്പൊ എന്താണ് ഈ ഓറ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണ്? റേഡിയേറ്ററി ഫീൽഡ് ഓഫ് ആൻ ഓബ്ജെക്ട്.
ഒരു വസ്തുവിന്റെ ഒരു റേഡിയേറ്ററി ഫീൽഡ് ഉണ്ട്. ആ വസ്തുവിൽ നിന്ന് എനർജി പ്രവഹിക്കുന്ന ഒരു ഏരിയ ആണ്. അതിന്റെ പേരാണ് റേഡിയേറ്ററി ഫീൽഡ്. അതിന്റെ പേരാണ് ഓറ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. നിങ്ങളുടെ മൊബൈല് ഒരു പർട്ടിക്കുലർ ടവറിന്റെ റേഡിയേറ്ററി ഫീൽഡിനുള്ളിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മൊബൈൽ വിളിക്കാൻ പറ്റുന്നത്. പക്ഷേ ആ റേഡിയേറ്ററി ഫീൽഡിനുള്ളിലല്ല, കുറെ ദൂരെയാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ കിട്ടത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഓരോ വസ്തുവിനും ഒരു റേഡിയേറ്ററി ഫീൽഡ് ഉണ്ട്. അതിന്റെ പേരാണ് ഓറ. മനുഷ്യനുണ്ട്. അപ്പം ചരങ്ങൾക്കും അചരങ്ങൾക്കും ഓറയുണ്ട്. ചരങ്ങളുടെ അല്ലെ ഓറ, മനുഷ്യന്റെയൊക്കെ ഓറ മൂവ്മെന്റ് ഉള്ളതാണ്, ചലിക്കുന്ന ഓറയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി ഓരോ മനുഷ്യന്റെയും ഓറയുടെ ലെവല് ഒരുപോലെ അല്ല. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം. ഇന്നർ ഓറ എന്ന് പറഞ്ഞൊരു ഓറയെ പറ്റി പറയാം. വേറൊന്നുമല്ല, സാധാരണ ഒരാളുടെ ശരീരത്തില് 4 ഇഞ്ച് മുതൽ 5 ഇഞ്ച് വരെ കനത്തില് ശരീരത്തിന് പുറത്ത് കാണുന്ന ഒരു പ്രഭാവലയത്തിന്റെ പേരാണ് എന്ത്? ഇന്നർ ഓറ. ഇപ്പോ ഡിവൈൻ പേഴ്സണാലിറ്റീസിന്റെ, ഇപ്പൊ ലോർഡ് കൃഷ്ണ, ലോർഡ് ബുദ്ധ, ലോർഡ് ജീസസിന്റെ ഒക്കെ പടം കാണിക്കുമ്പോൾ തലയുടെ മുകളിൽ ഒരു ഹേലോ, ഒരു പ്രകാശം കാണിച്ചിട്ടുണ്ട്. അത് എന്താന്ന് വെച്ചാൽ അവരുടെ ഇന്നർ ഓറയാണ് ഈ കാണിക്കുന്നത്. അവർക്ക് മാത്രമല്ല, നമുക്കും ഉണ്ട്. നമ്മുടെ ഇന്നർ ഓറ അവരുടെ അത്ര ഇല്ലെങ്കിലും നമുക്കും ഇന്നർ ഓറ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ഇന്നർ ഓറയെ പറ്റി എന്തിനാ നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്നർ ഓറയുടെ തിക്നെസ് കൂടുന്നതനുസരിച്ചിട്ട് അയാളുടെ സ്പിരിച്വൽ പവറും കൂടിയിരിക്കും. ഉദാഹരണത്തിന് ജീസസിന്റെ ഇന്നർ ഓറ ഏതാണ്ട് 24 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞാൻ എവിടെയോ വായിച്ചത്. ഇതൊക്കെ ശരിയാണോ ആരാണെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും അപ്പൊ അതിനർത്ഥം എന്താ? നമ്മുടെ ഓറ എത്രയുണ്ടോ ആ ഓറയ്ക്കകത്ത് വരുന്ന ആൾക്കാർക്കെല്ലാം ആ ഓറയുടെ വൈബ്രേഷൻ കിട്ടും എന്നാണ് അർത്ഥം. ഞാൻ വളരെ സന്തോഷിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ പ്രഭാവലയത്തിനുള്ളിലോട്ട് ഒരാൾ വന്നാൽ അയാൾക്കും സ്വാഭാവികമായിട്ടും എന്റെ സന്തോഷം റേഡിയേറ്റ് ചെയ്യും. നേരെ തിരിച്ച് ഞാൻ സങ്കടപ്പെട്ടായിരിക്കുന്നെങ്കിൽ എന്റെ ഓറയ്ക്കകത്ത് വരുന്ന ആൾക്കും സങ്കടമായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം ഈ റേഡിയേറ്ററി ഫീൽഡിന്റെ പേരാണ് ഓറ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്നർ ഓറ എന്ന് പറഞ്ഞൊരു ഓറയുണ്ട്, ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്നത്. അതിനപ്പുറത്ത് ദൂരെ ഒരു ഓറയുണ്ട്, എന്റെ പേര് ഔട്ടർ ഓറ എന്നാണ്. പിന്നെ വേറൊരു ഓറയുണ്ട്, അതായത് നമ്മുടെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും എനർജി പെർപെൻഡിക്കുലർ ഹെൽത്ത് റേസസ് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേര് ഹെൽത്ത് ഓറ. ഇങ്ങനെ 3 സൈസ് ഓറയെ പറ്റി പറയുന്നു. എനിവേ, നമ്മളപ്പോ ഈ ഓറയുടെ പ്രത്യേകത എന്താണ്, അതിനെപ്പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും സൂക്ഷ്മ രൂപത്തിൽ ഈ ഓറയിലുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾക്കൊരു കൈ ഉണ്ടെങ്കിൽ ഈ ഓറയിലും ഒരു കൈയുണ്ട്, ഇന്നർ ഓറയിൽ. കാതുണ്ടെങ്കിൽ കാതുണ്ട്, നിങ്ങളുടെ കണ്ണുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ണും ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ അവയവങ്ങളും ഈ ഓറയിലെ സൂക്ഷ്മ രൂപത്തിൽ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ജീസസിന്റെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ അവിടെ, ഫിസിക്കൽ ഹാർട്ട് ലെഫ്റ്റ് സൈഡിലല്ലേ, അത് നിങ്ങൾക്കറിയാം. ഫിസിക്കൽ ഹാർട്ട് ലെഫ്റ്റ് സൈഡിലാണ്. പക്ഷെ ഇവിടെ അല്ലാതെ സെന്ററിൽ ഒരു പടം വെച്ചിട്ടുണ്ട് അല്ലെ. അതെന്താ അതിന്റെ ആ പടം വെക്കാനുള്ള കാരണം? അല്ല, ഇവിടെ ഒരു ഹാർട്ടിന്റെ സിമ്പിൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഹാർട്ട് അല്ല, ഈ എനർജി ബോഡിയിലെ ഹാർട്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഈ ലവും കമ്പാഷനും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഈ സൂക്ഷ്മ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി അദ്ദേഹത്തിന് മാത്രമല്ല, ഇപ്പം ഹനുമാൻ ഒരു ഹാർട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. എന്താ ഈ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്? ഈ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഹനുമാന്റെ ഹാർട്ട് ചക്രയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളില് രാമനും സീതയും ഇരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ പിക്ചറുകളിലൊക്കെ ഈ ഓറയെ പറ്റി അവര് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ. പക്ഷെ ഇത് ഓപ്പൺ ചെയ്ത് തരുവാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്നർ ഓറയിൽ നമ്മുടെ എല്ലാ അവയവങ്ങളും അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. റെപ്ലിക്ക ഓഫ് ഓർ അവർ ഓർഗൻസ് ആർ ദേർ ഇൻ ദ ഇന്നർ ഓറ. അപ്പോ നമ്മൾ പ്രാണിക് ഹീലിംഗ് ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ നിങ്ങളുടെ കണ്ണിന് കുഴപ്പമുണ്ടേ ഓറയിലുള്ള കണ്ണിനെ ചികിത്സിച്ചാൽ ഈ കണ്ണിന്റെ അസുഖം മാറും. നിങ്ങളുടെ ഹാർട്ടിന് കുഴപ്പമുണ്ടേ നിങ്ങളുടെ എനർജി ബോഡിയിലുള്ള ഹാർട്ടിനെ ചികിത്സിച്ചാൽ ഈ ഹാർട്ടിന്റെ അസുഖം മാറും. അങ്ങനെ നിങ്ങളുടെ ഏത് അസുഖത്തെയും നിങ്ങൾക്ക് ഈ ഓറയിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നുള്ളതാണ് ഈ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ ഇത് ഒരു നിഗൂഢ ശാസ്ത്രമാണ് എന്ന് മനസ്സിലാക്കുക. സാധാരണ ആൾക്കാർക്ക് നോർമലി ഇത് പഠിക്കാനായിട്ടുള്ള വിധിയില്ല എന്നാണ് പറയുന്നത്. അതിന്റെ വേറെ ഒന്നുമല്ല, നോർമലി ആൾക്കാർ ഇതൊന്നും ഉൾക്കൊള്ളത്തില്ല. ഇതൊക്കെ ചുമ്മാ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുന്ന 2 കാര്യം. ഒന്നെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കുവോ, അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം വന്നാൽ ഇതിന് വിധേയമാവുകയോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ നമുക്ക് ഈ ഓറ ഒരു, നമ്മളിപ്പോ ഇങ്ങനെ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളത് കേൾക്കുന്നു, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഒന്നുമില്ല.
നിങ്ങൾക്ക് ഈ ഓറ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ സ്വഭാവം എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? ആർ യു റെഡി? റെഡി? യെസ് സർ. ഓക്കെ, ഫൈൻ. നിങ്ങൾ യോഗയൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരായിട്ട് വളരെ സിമ്പിൾ ആണ്. എന്നാലും ഞാൻ നിങ്ങൾ സ്റ്റിഫ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൂടെ പറയാം, ഓറ എന്താണെന്നുള്ളതെന്ന് പറയാം. നമുക്കൊന്ന് ഇച്ചിരി യോഗികളായതുകൊണ്ട് ഇച്ചിരി ഡീറ്റെയിൽ വേണ്ടി വരും. ലിസൺ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പദാർത്ഥത്തിന് 3 അവസ്ഥകൾ ആദ്യം പഠിച്ചല്ലേ? എന്താണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ? 4മതൊരവസ്ഥയുണ്ട്, അതിന്റെ പേരാണ് പ്ലാസ്മ. 5മതൊരവസ്ഥയുണ്ട്, അതിന്റെ പേരാണ് സബാറ്റോമിക്. 6മതൊരവസ്ഥയുണ്ട്, അതിന്റെ പേരാണ് ആത്മിക്. സബാറ്റോമിക്, ആറ്റോമിക്. അങ്ങനെ ഈ പദാർത്ഥത്തിന്റെ ലെവൽ മാറി 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 വരും. ഓക്കെ, അപ്പോ ഈ ഓറ നിൽക്കുന്നത് 4മത്തെ ലെവലിലാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കഴിഞ്ഞിട്ട് 4മത്തെ ലെവലിലാണ് ഓറ നിൽക്കുന്നത്. പ്ലാസ്മിക് ലെവലിലാണ് ഓറ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നോർമലി ഇങ്ങനെ നോക്കിയാൽ ആ ഓറ കാണാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ കൈയെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഓറയെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിന്റെ പേര് സ്കാനിങ് എന്നാണ്. അപ്പൊ എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടിയില്ലെങ്കിലും ഇതൊരു സയൻസ് ആണ്. നിങ്ങൾ കുറെ പേർക്ക് കിട്ടും, ചിലപ്പോൾ എല്ലാവർക്കും കിട്ടും. നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ സ്റ്റിഫായി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഷോൾഡറിന്റെ അവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4 ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്തേ. 1 2 3 4 കൈ നല്ലപോലെ ഒന്ന് ചുരുട്ടിക്കേ. എന്നിട്ട് നമ്മൾ ശക്തമായി നമുക്ക് പുറത്തോട്ട് അതിനെ ഒന്ന് തള്ളാം. 1 ഇങ്ങനെ 2 3 4 കൈ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4 ഓപ്പോസിറ്റ്. 1 2 3 4 കൈ നല്ലപോലെ ഒന്ന് ചുരുട്ടി റിലീസ് ചെയ്തേ. 1 2 3 ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയുടെ നടുക്കൊന്ന് പ്രസ് ചെയ്തേ. വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയുടെ നടുക്കൊന്ന് പ്രസ് ചെയ്തേ. ഇപ്പൊ എന്ന് വെച്ചാൽ ഈ കൈയുടെ ഇവിടെ 2 മൈനർ ചക്രാസ് ഉണ്ട്, എനർജി സെന്റേഴ്സ് ഉണ്ട്. ആക്ടിവേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കുക, ബലമൊന്നും പിടിക്കണ്ട. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. തൽക്കാലം നിങ്ങളുടെ കൈ 2 ഇഞ്ച് അകലത്തിൽ പിടിക്കുക. കീപ് യുവർ ഹാൻഡ്സ് ഇൻ 2 inches ഡിസ്റ്റൻസ് പിടിക്കുക. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ 2 കൈകളുടെയും ഉള്ളിലായിരിക്കട്ടെ. വേറൊന്നും ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ മനസ്സ് 2 കൈകളുടെയും ഉള്ളിലായിരിക്കട്ടെ. ഇവിടം ബലം പിടിക്കരുത്, ഇവിടെ റിലാക്സ് ചെയ്തിടണം. 2 ഇഞ്ച് അകലത്തിലേ കൈ പിടിക്കാവുള്ളൂ. 2 ഇഞ്ച് അകലത്തിൽ കൈ പിടിച്ചിട്ട് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കൈകളുടെ ഉള്ളിലായിരിക്കട്ടെ. ഓക്കെ, അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഡീപ്പായിട്ട് ശ്വാസം എടുത്തേ. സ്ലോലി, aware of the area between your hands. Exhale completely. കൈകളുടെ നടുക്ക് മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക. Again, inhale slowly, hold. Exhale completely, hold. Inhale slowly, hold. Exhale completely, hold. Inhale slowly, hold. Exhale completely, hold. നിങ്ങളുടെ 2 കൈകളുടെ നടുക്ക് എന്തെങ്കിലും ഒരു സംവേദനം ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചേ. ചൂടാകാം, തണുപ്പാകാം, കാന്തിയാകർഷണമാകാം, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ചൊറിച്ചിലാകാം, എന്തുമാകാം. Try to identify the sensation between your hands. Just be aware. വീണ്ടും ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. Inhale slowly. കൈകളുടെ നടുപ്പുള്ള സെൻസേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. Exhale completely. വീണ്ടും ശ്വാസം എടുക്കുക. Inhale slowly. ഹോൾഡ് ചെയ്യുക. Exhale completely. കൈകളുടെ നടുക്ക് എന്തെങ്കിലും ഒരു സംവേദനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലത്തെ കൈ ഉപയോഗിച്ചിട്ട്, കൈയുടെ നടുക്കൊരു ബോൾ ഇരിക്കാന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ വലത്തെ കൈ ഉപയോഗിച്ചിട്ട് ആ ബോൾ താഴെ കളയാതെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തേ. ആ എനർജി ഒന്ന് ഫീൽ ചെയ്തേ. സ്ലോലി ആൻഡ് ജെന്റ്ലി യു ഫീൽ ദ എനർജി വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്. സ്ലോലി ആൻഡ് ജെന്റ്ലി യു ഫീൽ ദ എനർജി വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്. വലത്ത് കൈ കൊണ്ട് എനർജി നിങ്ങൾ സെൻസ് ചെയ്യുക. വലത്ത് കൈ അവിടെ നിർത്തിയിട്ട് പതുക്കെ ഇടത്ത് കൈ കൊണ്ട് എനർജി സെൻസ് ചെയ്യാൻ പറ്റുമെന്ന്. സ്ലോലി ആൻഡ് ജെന്റ്ലി യു സെൻസ് ദ എനർജി. ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ്. കൈ ഒന്ന് ഫ്ലിക്ക് ചെയ്തേ.
ലിസൺ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൈകളുടെ നടുക്ക് ഒരു സെൻസേഷൻ കിട്ടിയോ? ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അത് ഞാൻ അതിന്റെ ഒത്തിരി പേര് വേണ്ട, ഒരു 2 പേര്. സോനു കിട്ടി. വേറെ ഇപ്പൊ സോനുവിന് ഇത് അറിയാം. വേറെ ആരാണ് ഈ സെൻസേഷൻ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്താ കിട്ടിയെന്ന് പറയുമോ? ചെറിയൊരു വാംത് തോന്നിയായിരുന്നു. വാം തോന്നി. ആരാണ് പേര്? ഷീമ. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഇതൊരു ഒരു മാഗ്നറ്റിക് ആകർഷണം പോലെ തോന്നിയോ? എന്തോ ആദ്യം കയ്യിന്റെ ഉള്ളിൽ ഒരു ഹെവിനെസ് വന്നു, ഹെവിനെസ് ഫീൽ ചെയ്തു. ആ ഓക്കെ. ഫൈൻ. അപ്പോ ലിസൺ, നിങ്ങൾ ചില ആൾക്കാർക്ക് ഒരു ചൂട് ഫീൽ ചെയ്തു, ചില ആൾക്കാർക്ക് തണുപ്പ് ഫീൽ ചെയ്തു, ചില ആൾക്കാർക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫീൽ ചെയ്തു, ചില വേവ്സ് മൂവ് ചെയ്യുന്നത് ഫീൽ ചെയ്തു, ചില ആൾക്കാർക്ക് ഒരു ഹെവിനെസ് ഫീൽ ചെയ്തു. അത് എന്താ? ലിസൺ, നിങ്ങളുടെ ഇന്നർ ഓറയാണ് നിങ്ങൾ ടച്ച് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ 4 ഇഞ്ച് മുതൽ 5 ഇഞ്ച് വരെ കനത്തിൽ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഒരു പ്രഭാവലയുണ്ട്. അതിനെ നിങ്ങളുടെ കൈ വെച്ച് നിങ്ങൾ ടച്ച് ചെയ്തതാണ് ഈ നിങ്ങൾ ഇപ്പൊ കണ്ടത്. അതിന്റെ സ്വഭാവമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ ചൂട് ഫീൽ ചെയ്ത മിക്കവാറും മാഗ്നറ്റിക് ഇത് ഫീൽ ചെയ്യും. എന്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ബ്ലഡിനകത്ത് അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അയണിന്റെ ക്വാളിറ്റി എന്താണ്? അതാണ് കാന്തമായിട്ട് മാറുന്നത് അല്ലേ? അതുകൊണ്ടാണ് പലർക്കും കാന്തിയാകർഷണം ഫീൽ ചെയ്യുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ലൈക്സ് അട്രാക്ട്സ് ലൈക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ്? ഇപ്പൊ ചില ആൾക്കാർ മോഡേൺ മറ്റേ സൈക്കോളജിസ്റ്റുകളും അതുപോലെ തന്നെ ഈ പേഴ്സണാലിറ്റി ട്രെയിനിങ് കൊടുക്കൊണ്ടിരിക്കുക ഇപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പറയുന്ന കാര്യമല്ല. ലൈക്സ് അട്രാക്ട്സ് ലൈക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം, നിങ്ങളുടെ ഓറയുടെ സ്വഭാവം എന്താണോ ആ സ്വഭാവം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾ എപ്പോഴും ഹാപ്പി ഇരിക്കുന്ന ആളാണെങ്കിൽ ഹാപ്പിനെസ് ഉള്ള ആൾക്കാർ നിങ്ങളിലേക്ക് ആകർഷിക്കും. എപ്പോഴും ശോകമായിട്ടിരിക്കുമെങ്കിൽ ഈ ശോകം ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് ആകർഷിക്കും. എപ്പോഴും ഹെൽത്തി ആണെങ്കിൽ കൂടുതൽ ഹെൽത്ത് ഉള്ള ആൾക്കാർ നിങ്ങളിലേക്ക് ആകർഷിക്കും. എന്ന് പറഞ്ഞ അർത്ഥം, ഈ ഓറയുടെ സ്വഭാവം നമുക്ക് വേണേ മാറ്റാം. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഇന്നർ ഓറയിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനിയും ഇവിടെ സാധാരണ മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഫിസിക്കൽ ബോഡിയുടെ അനാറ്റമിയാണ് അല്ലെ? നമ്മള് ഈ പ്രാണി ഹീലിംഗിൽ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഈ നമ്മുടെ ഈ എനർജി ബോഡിയുടെ അനാറ്റമിയാണ്. നിങ്ങളുടെ ഈ ശരീരത്തിന്റെ അതേ ഷേപ്പിൽ നിങ്ങൾക്ക് വേറൊരു ശരീരമുണ്ട്. അതിന്റെ പേരാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി നിങ്ങളത് മനസ്സിലാവും. ബിക്കോസ് യു ആർ യോഗീസ്. സാധാരണ ആൾക്കാരാണെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ യോഗികളായതുകൊണ്ട് വാട്ട് യു മീൻ ബൈ യോഗി? യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായി യോഗി. അല്ലാതെ മുടി വളർത്തണം താടി വളർത്തണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എ പേഴ്സൺ ഹു ഈസ് പ്രാക്ടീസിങ് യോഗ ഈസ് എ യോഗി, നമുക്ക് നോർമലി പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഞ്ചകോശ തിയറി തിയറിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഈ ശരീരത്തിനെ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് എന്ത്? അന്നമയ കോശം. എന്നതിന്റെ അർത്ഥം, അന്നമയ കോശം എന്ന് പറഞ്ഞാൽ അന്നം കൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് പരിപോഷിക്കപ്പെടുന്ന ശരീരം. ഇതാണ് അന്നമയ കോശം. അപ്പൊ ഈ അന്നമയ കോശത്തിനെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ നിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എങ്ങനെ? അതിന് വേണ്ട ഫുഡ് കൊടുക്കുക. ഓക്കെ, കഴിയുന്നതും വെജിറ്റേറിയൻ ആകുന്നതാണ് നല്ലത്. നോൺ വെജ് നമ്മുടെ ഈ ബോഡിക്ക് വെജിറ്റേറിയൻ ഫുഡാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഡിബേറ്റിലേക്ക് ഒന്നും പോകുന്നില്ല. അന്നമയ കോശം, അന്നം കൊണ്ട് പരിപോഷിപ്പിക്കുന്ന ശരീരം. അപ്പൊ അതിന് പകരം നിങ്ങൾ ഇതിന് വേണ്ടാത്ത ഫുഡൊക്കെ ശരീരത്തിന് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ശരീരം പെട്ടെന്ന് ദൂഷിക്കും. അപ്പൊ അന്നമയ കോശം എന്നാണ് ആദ്യമേ മനസ്സിലാക്കുന്നത്. അതിന് വേണ്ടത് ഫുഡാണ്, നല്ല ഫുഡ്, സാത്വിക് ഫുഡ്. കള്ളു കുടിച്ചാലും അന്നമയ കോശം എടുക്കും, പക്ഷെ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ അന്നമയ കോശം. സിഗരറ്റ് വലിച്ചാലും അന്നമയ കോശം അത് എടുക്കും, പക്ഷെ അതിന്റെ കുഴപ്പവും ശരീരത്തിനുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ കോശത്തിന്റെ പേരാണ് പ്രാണമയ കോശം. എന്താണ് പ്രാണമയ കോശം? അപ്പൊ അന്നമയ കോശത്തെ ചികിത്സിക്കുന്നവരുടെ പേരാണ് ഡോക്ടേഴ്സ്. അപ്പൊ അതിന് പുറത്തുള്ള പ്രാണമയ കോശത്തെ പറ്റി അറിവുള്ള ഡോക്ടേഴ്സും ഉണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അപ്പൊ അവരുടെ വിഷയമല്ലത്. ഓക്കെ, പക്ഷേ ശരിക്കും ടെക്നിക്കലി സ്പീക്കിംഗ് അന്നമയ കോശത്തിന്റെ പുറത്തൊരു എനർജി ഫീൽഡ് ഉണ്ട്. അതിന്റെ പേരാണ് പ്രാണമയ കോശം. അന്നമയ കോശത്തിന് ഫുഡ് ആണെങ്കിൽ വേണ്ടതെങ്കിൽ പ്രാണമയ കോശത്തിന് എന്താണ് വേണ്ടത്? പ്രാണമയ കോശത്തിന്റെ ഫീഡാണ് പ്രാണൻ. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, അയ്യോ പ്രാണം പോകുന്ന വേദനയായിരുന്നു, എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് മുറിയുവോ ഒന്ന് ചട്ടുവോ ചെയ്യുമ്പോൾ അയ്യോ പ്രാണം പോയ വേദനയാണ്. എന്താ കാര്യം? അന്നമയ കോശത്തെ പ്രവർത്തിപ്പിക്കുന്നത് പ്രാണമയ കോശമാണ്. അത് മറന്നു പോകരുത്. അപ്പൊ അന്നമയ കോശവും പ്രാണമയ കോശവും ഇന്റർപെനിട്രേറ്റ് ചെയ്തായിരിക്കുന്നത്. അത് അങ്ങനെ ഇന്റർപെനിട്രേറ്റ് ചെയ്തായിരിക്കുന്നത്.
അതിന്റെ പേര് ലോ ഓഫ് കറസ്പോണ്ടൻസ് ആണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അന്നമയ കോശത്തിന് ഒരു കുഴപ്പം വന്നാൽ അത് പ്രാണമയ കോശത്തെ ബാധിക്കും. പ്രാണമയ കോശത്തിന് ഒരു കുഴപ്പം വന്നാൽ അത് അന്നമയ കോശത്തെയും ബാധിക്കും. അപ്പൊ എന്താ മനസ്സിലായത്? അന്നമയ കോശം ഫുഡ് കൊണ്ടാണ് പരിപോഷിപ്പിക്കപ്പെടുന്നതെങ്കിൽ പ്രാണമയ കോശം പ്രാണൻ അല്ലെങ്കിൽ എനർജി കൊണ്ടാണ് പരിപോഷിപ്പിക്കുന്നത്. ചില ദിവസം നിങ്ങൾ പറയത്തില്ല, ഇന്നൊരു മൂഡില്ല, ഞാൻ ഓഫീസിൽ പോകുന്നില്ല. എന്താ കാര്യം? ഒരു സുഖമില്ല. എന്താ സുഖമില്ലാത്ത? പ്രാണശക്തിയുടെ പ്രവർത്തനത്തിന് എന്തോ സംഭവിച്ചിരിക്കുന്നു. അതിനെ നിങ്ങൾക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള പണി അറിയത്തില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ യോഗയൊക്കെ ചെയ്യുന്നത്. യോഗ ചെയ്യാം, എക്സസൈസ് ചെയ്യാം, ഓടുക ചാടുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പ്രാണമയ കോശം കൂടുതൽ ആക്റ്റീവ് ആവും. ഒത്തിരി എക്സസൈസ് ഉണ്ടല്ലേ? എന്തൊക്കെയുണ്ട്? യോഗ എക്സസൈസ് ഉണ്ട്, പിന്നെ എയറോബിക്സ് ഉണ്ട്, വേർക്കുന്ന എക്സസൈസ്, പിന്നെ എന്തുണ്ട്? ജിമ്മിൽ ചെയ്യുന്ന എക്സസൈസ് ഉണ്ട് അല്ലേ? ഇങ്ങനെ പല സൈസ് എക്സസൈസുകളുണ്ട്. അതിനകത്ത് യോഗയാണ് ഏറ്റവും നല്ലതെന്ന് പറയപ്പെടും. മാർഷൽ ആർട്സ് ഒക്കെ ഉണ്ട്. എന്താ അങ്ങനെ പറയാൻ കാര്യം? യോഗയുടെ പ്രത്യേകത ബോഡിയെ നമ്മൾ എക്സേർട്ട് ചെയ്യുന്നില്ല, കഷ്ടപ്പെടുത്തുന്നില്ല. റിലാക്സ് ചെയ്താണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ ഒത്തിരി ബോഡിയെ ടോർച്ചർ ചെയ്ത് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ യോഗ പ്രകാരം ഒരാളുടെ ഒരു പർട്ടിക്കുലർ മസിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അയാളുടെ ശരീരത്തിന്റെ വെയിറ്റ് ആണ് എന്തിന് ആ ഭാഗത്തേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉള്ള സമയം ജിമ്മിലൊക്കെ പോകുന്നത് മോശമാണെന്നല്ല അർത്ഥം കേട്ടോ. അവിടെ നമ്മൾ ഡംബിൾസ് ഒക്കെ എടുത്ത് അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് യോജിച്ച എന്താ പറയുന്നത് വെയിറ്റ് ആണോ നമ്മൾ എടുക്കുന്നുള്ളൊരു പ്രശ്നമാണ്. ശരിക്കും നിങ്ങളുടെ ശരീരം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് യോഗ നല്ല എക്സസൈസ്. നമ്മൾ എന്തിനാന്ന് പറഞ്ഞേ? അന്നമയ കോശം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പ്രാണമയ കോശം, അതിന് യോഗ ഒക്കെ നല്ലതാണ്. പിന്നെ പ്രാണായാമം, പ്രാണനെ ആയാമം ചെയ്യുകയാണ് പ്രാണായാമം ചെയ്യുന്നത് അല്ലെ? എന്താ ആയാമം ചെയ്യുന്ന പറഞ്ഞാൽ നിയന്ത്രിക്കുക. അപ്പൊ അന്നമയ കോശത്തെ അതിലേക്ക് വരാം. അന്നമയ കോശം, പ്രാണമയ കോശം. അപ്പൊ പ്രാണമയ കോശത്തിന് നല്ല പ്രാണൻ കിട്ടണം. അതുകൊണ്ടാണ് നല്ല സൂര്യപ്രകാശം നിങ്ങൾക്ക് കിട്ടണം, ഭൂമിയിൽ നിന്നുള്ള നല്ല പ്രാണം കിട്ടണം, എയറിൽ നിന്നുള്ള നല്ല പ്രാണം കിട്ടണം. അതുകൊണ്ടാണ് പാർക്കിലൊക്കെ പോയിരിക്കെ സൂര്യപ്രകാശം കൊള്ള്, ചെരുപ്പില്ലാതെ നടക്കുന്നൊക്കെ പറയാനുള്ള കാരണം എന്തിനാണ്? പ്രാണമയ കോശത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തേതിന്റെ പേരാണ് മനോമയ കോശം. എന്താണ് മനോമയ കോശം? മനോമയ കോശത്തിലാണ് നിങ്ങളുടെ മനസ്സിരിക്കുന്നത്. സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ കറങ്ങി നടന്നിട്ട് മനസ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഈ കോശം മൂന്നാമത്തെ കോശമായതുകൊണ്ട്. ഓക്കെ, ഈ മനോമയ കോശം എന്നതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട് കാണും. ഇത് ഉള്ളതാണോ? എനിക്ക് നിങ്ങളോടുള്ള ഒരു ചോദ്യം, നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലേ? ഉണ്ട്. സ്വപ്നം കാണാത്ത ആൾക്കാരില്ല. ഈ സ്വപ്നത്തിൽ നിങ്ങൾ ഒരു ശരീരം ഉപയോഗിക്കുന്നില്ലേ? ഉണ്ട് അല്ലേ? നിങ്ങളുടെ ഈ ശരീരത്തിന്റെ അതേ ഷേപ്പുള്ള, അതേ നിറമുള്ള, അതേ തൂക്കമുള്ള ഒരു ശരീരം നിങ്ങൾ സ്വപ്നത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ശരീരത്തിന്റെ പേരാണ് ഈ മനോമയ കോശം. എന്താ കാര്യം? നമ്മുടെ മൊത്തം കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് തിരിച്ചാല് കോൺഷ്യസ് മൈൻഡ് 10% ഉള്ളൂ. 80% സബ് കോൺഷ്യസ് മൈൻഡാ, ബാക്കിയുള്ളത് അൺകോൺഷ്യസ് മൈൻഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ നിങ്ങൾ സ്വപ്നം കാണാനുള്ള കാര്യം? സ്വപ്നത്തിൽ അതിലേക്ക് വരാം. ഇപ്പം നിങ്ങൾ അന്നമയ കോശത്തിൽ, സ്വപ്നത്തിൽ നിങ്ങൾ ഈ മനോമയ കോശത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളെന്ന് പറഞ്ഞ ആരാണ്? അതിലേക്ക് വരാം. നിങ്ങളെന്ന് പറയുന്നത് ഈ ശരീരമല്ല എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഈ ശരീരമല്ല. എന്റെ കൈ, എന്റെ കാല്, എന്റെ ശരീരം, എന്റെ കണ്ണ് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്റെ കാർ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ അല്ല, അത് വേറെ സംഭവം അല്ലെ? ഞാനാണ് അതിന്റെ കസ്റ്റോഡിയൻ. അതുകൊണ്ടാണ് എന്റെ കാർ എന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തെയും എന്റെ ശരീരം എന്ന് പറയാൻ അർത്ഥം തന്നെ ഞാൻ വേറെ, ശരീരം വേറെ എന്നുള്ള ബോധം നമ്മൾ തന്നെ ഉണ്ട്. പക്ഷെ ഇത് ആർക്കും മനസ്സിലാകുന്നില്ല. എല്ലാവരും അവര് ശരീരമാണെന്നാണ് ഓർത്തിരിക്കുന്നത്. അങ്ങനല്ല, ശരീരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു മാത്രമാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാനെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളെന്ന് പറഞ്ഞാൽ ജീവൻ. Who are you? Answer is you are life. What do you mean by life? It is your soul. നിങ്ങളുടെ ഈ സോൾ, ആത്മാ, നിങ്ങൾ ഞാൻ എന്ന് പറയുന്നതാണ് നിങ്ങൾ. അതെന്താണ്? അത് നിങ്ങളുടെ ആത്മാവാണ്. ഓക്കെ, ആ ആത്മാവ് ഇപ്പൊ നിങ്ങളുടെ ഈ ഫിസിക്കൽ ബോഡി ഉപയോഗിക്കുന്നു. അതിന്റെ പേരാണ് ജാഗ്രത എന്ന് പറഞ്ഞ അവസ്ഥ. ജാഗ്രത എന്ന് പറഞ്ഞ അവസ്ഥയിൽ ആത്മാവ് ഫിസിക്കൽ ബോഡിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി
നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആത്മാവ് പതുക്കെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് മാറി എനർജി ബോഡിയിൽ നിന്ന് അപ്പുറത്തോട്ട് പോയി നിങ്ങളുടെ ഇമോഷണൽ ബോഡിയിലേക്ക് വരും. അപ്പൊ ഇമോഷണൽ ബോഡി വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ഫിസിക്കൽ ബോഡിയുടെ പരിമിതികൾ കൊണ്ട് നിങ്ങൾക്ക് കൊഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഒത്തിരി തരത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ചില മതങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല, പലരും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പല വിഷയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം നിങ്ങളുടെ സോളിന് പല കാര്യങ്ങളും കൊഞ്ച് ചെയ്യാനുണ്ട്. ഫിസിക്കൽ ബോഡി പറ്റത്തില്ല, അല്ലെ നിങ്ങളുടെ റിലിജൻ കൊണ്ടോ നിങ്ങളുടെ റീജിയൻ കൊണ്ടോ പറ്റത്തില്ലെങ്കിൽ സോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇമോഷണൽ ബോഡിയിലേക്ക് മാറും. ഇമോഷണൽ ബോഡിയിൽ ആ എക്സ്പീരിയൻസ് എടുക്കാൻ ശ്രമിക്കും. അതാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. അപ്പൊ എന്താ പറഞ്ഞേ? മനോമയ കോശത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം. അപ്പൊ നിങ്ങൾക്ക് അത് ഉണ്ട്, നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടല്ലോ. മനോമയ കോശം, അപ്പൊ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം. ഇംഗ്ലീഷ് പറഞ്ഞാല് അന്നമയ കോശം ഫിസിക്കൽ ബോഡി, പ്രാണമയ കോശം എനർജി ബോഡി, മനോമയ കോശം ഓസ്റ്റൽ ബോഡി അല്ലെങ്കിൽ ഇമോഷണൽ ബോഡി. പിന്നെ നാലാമതൊരു ബോഡി ഉണ്ട്, അതിന്റെ പേരാണ് മെന്റൽ ബോഡി. അല്ലെങ്കിൽ പ്രാണമയ കോശം, അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം. അതാണ് മെന്റൽ ബോഡി. മെന്റൽ ബോഡിയുടെ അപ്പൊ മനോമയ കോശത്തിന്റെ ഫീഡ് എന്താണ്? ഇമോഷൻ ആണ് അല്ലെ. മനോമയ കോശത്തിന്റെ ഫീഡ് ഇമോഷൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന എന്നാത്തിനാണ്? ഫിസിക്കൽ ബോഡിക്കാണെങ്കിൽ ഒരു മാസം 10,000 രൂപ മതി. ഫിസിക്കൽ ബോഡിയെ ഫീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ മതി. പക്ഷേ നിങ്ങൾക്ക് ഫിസിക്കൽ ബോഡിയേക്കാളും കൂടുതൽ ഫീഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാറ്, നിങ്ങളുടെ മൊബൈല്, നിങ്ങളുടെ വേറെ വേറെ കാര്യങ്ങളൊക്കെയാണ്. ഡ്രസ്സ്. ഈ ഡ്രസ്സിനൊക്കെയുള്ള സന്തോഷം എവിടെയാണ്? നിങ്ങളുടെ ഇമോഷണൽ ബോഡിക്കാണ്. അപ്പോൾ ഫിസിക്കൽ ബോഡിയെ ഫീഡ് ചെയ്യാൻ നിങ്ങൾക്ക് 10,000 രൂപ മതിയെങ്കിൽ ഇമോഷണൽ ബോഡിയെ ഫീഡ് ചെയ്യാൻ പറ്റുന്നത് 50,000 രൂപ വേണ്ടി വരും. അപ്പം യു ആർ ഫീഡിങ് ദ ഇമോഷണൽ ബോഡി. അപ്പൊ പോസിറ്റീവായിട്ട് ഫീഡ് ചെയ്യണോ നെഗറ്റീവായിട്ട് ഫീഡ് ചെയ്യണോ നിങ്ങൾ ആലോചിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ മെന്റൽ ബോഡിയുടെ കാര്യം പറയും. മെന്റൽ ബോഡിയുടെ ഫീഡ് എന്താണ്? നോളജ്, അറിവ്. അപ്പൊ നിങ്ങൾ എന്തിനാ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്? എന്തെങ്കിലും നോളജ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സ്റ്റോറിംഗ് ഇൻ യുവർ മെന്റൽ ബോഡി. അതാണ് മെന്റൽ ബോഡി. ഇനിയും അപ്പം അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം. അടുത്ത ബോഡിയുടെ പേരാണ് ആനന്ദമയ കോശം. അതിന് ആത്മിക് ബോഡി എന്ന് വേണേൽ പറഞ്ഞു. എന്താ ആനന്ദമയ കോശം? ആനന്ദമയ കോശത്തിലാണ് നിങ്ങളുടെ സോൾ ഇരിക്കുന്നത്. അത് ആനന്ദമയ കോശത്തിലാണ് സോൾ ഇരിക്കുന്നത്. അതിന് വേണ്ടത് എന്താണ്? സ്പിരിച്വൽ എനർജി. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിനേക്കാളും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ 5 ശരീരങ്ങളെ ഉപയോഗിക്കുന്ന ആളാരാ? അതാ നിങ്ങൾ. ക്ലിയർ ആണല്ലോ? യു ദ സോൾ ഈസ് യൂസിങ് ദിസ് മെനി ബോഡീസ് വെനെവർ ഇറ്റ് ഈസ് നീഡഡ്. ദാറ്റ്സ് ആൻസർ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പല വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഈ ഓരോ വണ്ടി മാറി മാറി നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ നിങ്ങളുടെ സോള് ആവശ്യമുള്ളപ്പം ആവശ്യമുള്ള ശരീരം എടുത്ത് ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ശരീരങ്ങളെ എല്ലാം കറക്റ്റ് ചെയ്യാൻ ഇന്ന് കപ്പാസിറ്റി ഉള്ള ചുരുക്കം ചില ആൾക്കാരിൽ പെടുന്നവരാണ് പ്രാണിക് ഹീലേഴ്സ്. ഓക്കെ. എന്താണ് പറഞ്ഞത്? ഡോക്ടർ ഫിസിക്കൽ ബോഡിയെ മാത്രമേ നോക്കത്തുള്ളൂ. അതിന്റെ ഉത്തരവാദിത്തം ഡോക്ടർക്കുള്ളെങ്കിൽ ഫിസിക്കൽ ബോഡിക്ക് അപ്പുറത്തുള്ള ഈ മെനി ബോഡീസിൽ എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും യു ബെറ്റർ മീറ്റ് എ പ്രാണിക് ഹീലർ. പിന്നെ എനിക്ക് അതുപോലെ സിസ്റ്റങ്ങൾ വേറെ ഉണ്ടാവും, എനിക്കറിയില്ല. അപ്പം അവർക്ക് അപ്പൊ അതുകൊണ്ടാണ് ഇവരെ ഹീലേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താ ഹീലേഴ്സ് എന്ന് വിളിക്കുന്നത്? ഫിസിക്കൽ ബോഡിക്കുള്ള അസുഖത്തിന്റെ പ്രശ്നം അവിടെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതിന്റെ റൂട്ട് കോസ് എനർജി ബോഡിയിലോ ഇമോഷണൽ ബോഡിയിലോ മെന്റൽ ബോഡിയിലോ ആത്മിക് ബോഡിയിലോ ഒക്കെ ആയിരിക്കും. എവിടെ ആണെങ്കിലും അതിനെ അവിടുന്ന് മാറ്റിക്കളഞ്ഞിട്ട് ഫ്രഷ് എനർജി കൊടുത്ത് ഈ പ്രശ്നം മാറ്റാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ പ്രാണിക് ഹീലേഴ്സ്. നാളെ നിങ്ങൾക്കും വേണേ ആകാം, യാതൊരു തർക്കമില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇരിക്കട്ടെ. കൂടുതൽ ആൾക്കാർ നിങ്ങൾ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ടൈം ഇനി എത്ര എടുക്കാം? അതോ ടൈം തീർന്നോ? ഹലോ, 10 മിനിറ്റ് കൊണ്ട് എടുക്കാം. സമയമുണ്ടോ? 10 മിനിറ്റ് കൊണ്ട്. 10 മിനിറ്റ്. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ പിന്നെ സബ്റ്റിൽ ബോഡിയുടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യോഗശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ചക്രാസ്, അല്ലെങ്കിൽ ആധാരങ്ങൾ എന്ന് പറയും. ചക്രാസ്. ഈ ചക്രാസിനെ പറ്റി യോഗശാസ്ത്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ശരിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർ ഈ ചക്രയെ പറ്റി മനസ്സിലാക്കിയ കുഴപ്പമാണ്. നിങ്ങൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോർമലി ഗുരുക്കന്മാർ പഠിപ്പിക്കത്തില്ല. കാര്യം വേറെ ഒന്നുമല്ല, ആൾക്കാർ ഇത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഇത്രയും ചക്രാസ് അല്ല ഉള്ളത്. ശരിക്കും ഞങ്ങൾ പ്രാണിക് ഹീലിംഗിലെ 11 ചക്രാസിനെ പറ്റി തന്നെ 12 ചക്രാസിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. യോഗശാസ്ത്രത്തിൽ പറയുന്നതിന് ചില എക്സ്റ്റൻഷൻസ് ഉണ്ട്. അതിനപ്പുറത്തുണ്ട് 550 കൂടുതൽ ചക്രാസിനെ പറ്റി പറയും. എനിവേ, അപ്പൊ അങ്ങനെ ഓരോ ലെവൽ അനുസരിച്ച് ചക്രാസിന്റെ എണ്ണം കൂടി വരും. എനിവേ,
അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഈ ചക്രാസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചില ചക്രാസ് നിങ്ങൾ ഈ ആധാരങ്ങൾ എന്ന് കേട്ടിരിക്കുന്ന സംഭവം എന്നാന്ന് വെച്ചാല് മെഡിക്കൽ സയൻസിന് ഇതിനെപ്പറ്റി അറിയാമോ ഇല്ലയോ എന്ന് മിക്കവർക്കും അറിയത്തില്ല. പക്ഷേ ഇത് ചിട്ടപ്പെടുത്തിയവർക്ക് ഇതിനെപ്പറ്റി അറിയാം. അതുകൊണ്ടാണ് ഡോക്ടേഴ്സിന്റെ സിമ്പിൾ എന്നാന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു വാൾ ഇങ്ങനെ താഴോട്ടിരിക്കുന്നു, രണ്ട് പാമ്പ് ഇങ്ങനെ സ്പൈറൽ ചെയ്ത് പോകുന്നു അല്ലെ. അതിന്റെ പേരാണ് കാഡ്യൂഷ്യസ്. കാഡ്യൂഷ്യസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് സിമ്പലാണ്. എന്ന് പറഞ്ഞ അർത്ഥം സമഗ്രമായ ആരോഗ്യം കൊടുക്കാനായിട്ട് കഴിവുള്ളവർ വെക്കേണ്ട സിമ്പലാണ്. എന്താണ് ഈ സമഗ്രമായ ആരോഗ്യം? ശാരീരികമായിട്ടുള്ള ആരോഗ്യം, മാനസികമായിട്ടുള്ള ആരോഗ്യം, ബൗദ്ധികമായിട്ടുള്ള ആരോഗ്യം, ആത്മീയമായിട്ടുള്ള ആരോഗ്യം, എക്കണോമിക്കൽ ആയിട്ടുള്ള ആരോഗ്യം, ഈ ലെവലിലെല്ലാം ആരോഗ്യം കൊടുക്കാൻ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ അവർ വെക്കേണ്ട സിംഗിളാണ് ഈ കാഡ്യൂഷ്യസ്. എന്തിനാ കാഡ്യൂഷ്യസിനെ പറ്റി നിങ്ങളോട് പറഞ്ഞത്? ഈ ചക്രാസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ചക്രയ്ക്ക് ഒരു ഫിസിക്കൽ ഫങ്ഷൻ ഉണ്ട്, ആ ചക്രയ്ക്ക് ഒരു കളർ ഫങ്ഷൻ ഉണ്ട്, ആ ചക്രയ്ക്ക് ഒരു ഇമോഷണൽ ഫങ്ഷൻ ഉണ്ട്, അതായത് സൈക്കോളജിക്കൽ ഫങ്ഷൻ ഉണ്ട്, അതിനൊരു മെന്റൽ ഫങ്ഷൻ ഉണ്ട്, അതിനൊരു സ്പിരിച്വൽ ഫങ്ഷൻ ഉണ്ട്, അതിനൊരു എക്കണോമിക് ഫങ്ഷൻ ഉണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചക്രയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചക്രയുടെ ഫിസിക്കൽ ഫങ്ഷന്റെ കുഴപ്പത്തെ കറക്റ്റ് ചെയ്താൽ ഫിസിക്കൽ ആയിട്ടുള്ള അസുഖം മാറും. അതിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നത്തെ കറക്റ്റ് ചെയ്താൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നം മാറും. മെന്റൽ ആയിട്ടുള്ള പ്രശ്നത്തെ കണക്ട് ചെയ്താൽ മെന്റൽ ആയിട്ടുള്ള പ്രശ്നം മാറും. സ്പിരിച്വൽ ആയിട്ടുള്ള നിങ്ങളുടെ ഡെവലപ്മെന്റിന് ഈ ചക്ര തന്നെയാണ് ഉപയോഗിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ചക്ര വഴിയുള്ള മെഡിറ്റേഷന് പ്രാക്ടീസുകളൊക്കെ പോയാൽ നിങ്ങളുടെ സ്പിരിച്വൽ ഡെവലപ്മെന്റ് വളരെ എളുപ്പമാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനന് ആത്മസാക്ഷാത്കാരത്തിന് 4 യോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ടുണ്ടോ? ഒന്ന് ഭക്തി യോഗത്തെ പറ്റി പറയുന്നുണ്ട്, ജ്ഞാനയോഗത്തെ പറ്റി പറയുന്നുണ്ട്, കർമ്മയോഗത്തെ പറ്റി പറയുന്നുണ്ട്, രാജയോഗത്തെ പറ്റി പറയുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധനം രാജയോഗമാണ്. അത് ആക്ച്വലി ഒരു ബൈപ്പാസ് ആണ്, അത് ആക്ച്വലി താന്ത്രികമാണ് ഇതെല്ലാം. അപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ 2 കാര്യങ്ങളുണ്ട്, സ്പിരിച്വൽ ഡെവലപ്മെന്റിന് 2 കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? അത് ഒന്ന് യോഗ, ഒന്ന് തന്ത്ര. എന്താ ഈ യോഗ? നിങ്ങൾ ഈ പഠിക്കുന്ന എക്സസൈസ് ഒക്കെ യോഗ തന്നെയാണ്. പക്ഷേ യൂണിയൻ ഓഫ് ബോഡി മൈൻഡ് ആൻഡ് സോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകുന്നതാണ് യോഗയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. എന്താണ് ഈ ആത്മസാക്ഷാത്കാരം? ആദ്യം നിങ്ങൾ തീരുമാനിക്കണം. എനിക്കിപ്പോ ബാംഗ്ലൂർ വരണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം, ഞാൻ ബാംഗ്ലൂർ പോകുന്നു, ഇന്ന വണ്ടിയെ പോകുന്നു, അല്ലെ ഇന്ന ഫ്ലൈറ്റിൽ പോകുന്നു, ഞാൻ ഫിക്സ് ചെയ്യണം. ഓക്കെ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്? എന്താണ് ലൈഫിന്റെ പർപ്പസ്? ലൈഫിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ ബോഡി എടുത്തപ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ കൊഞ്ച് ചെയ്യാനുണ്ട്, ചില എക്സ്പീരിയൻസ് എടുക്കാനുണ്ട്. അൾട്ടിമേറ്റ് സംഭവം എന്താന്ന് വെച്ചാല് ജനന മരണ ചക്രത്തിന് പുറത്ത് കിടക്കുക. ഇനി ഒരു ഹ്യൂമൻ ഇൻകാർണേഷൻ എടുക്കാതിരിക്കാനായിട്ടാണ് ഈ പ്രാക്ടീസുകളെല്ലാം. ഈ യോഗി ആകുന്നത് എന്തിനാ? അതിനു വേണ്ടിയിട്ടാണ്. എന്താണ്? ജനന മരണ ചക്രത്തിന് പുറത്ത് കിടക്കുക. ഇതിന് പല മാർഗങ്ങളുണ്ട്. യോഗ അതിന്റെ ഒരു മാർഗമാണ്. നിങ്ങളെല്ലാം യോഗികളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിന് ഏറ്റവും നല്ല മാർഗമാണ് മെഡിറ്റേഷൻ. എന്താണ് മെഡിറ്റേഷൻ? ജനന മരണ ചക്രത്തിന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ചക്രാസിലൊക്കെ ഒത്തിരി പോസിറ്റീവ് സീഡുകളും നെഗറ്റീവ് സീഡുകളും ഉണ്ട്. അതിനെയൊക്കെ കളഞ്ഞ് നിങ്ങൾ ജനന മരണ ചക്രത്തിന് പുറത്ത് കിടക്കുന്ന പരിപാടിയാണ് യോഗ. അപ്പൊ യോഗയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയാമോ? നെഗേറ്റ് നെഗേറ്റ് നെഗേറ്റ്. എന്താ നെഗേറ്റ് നെഗേറ്റ് നെഗേറ്റ്? വേണ്ട വേണ്ട വേണ്ട. എന്ത് വേണ്ട? നല്ല വീട് വേണ്ട, നല്ല കാറ് വേണ്ട, നല്ല ഭാര്യ വേണ്ട, നല്ല ഭർത്താവ് വേണ്ട. എന്താ ഇതിന്റെയൊക്കെ കാരണം? ബിരിയാണി വേണ്ട. എന്താ ഇതിന്റെ കാരണം? എന്നാ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഉപയോഗിച്ചാൽ അതിനോട് ആസക്തി വരും. അപ്പൊ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നും. അങ്ങനെയാണെങ്കിൽ വീണ്ടും വീണ്ടും ഇൻകാർണേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇൻകാർണേഷൻ ഒഴിവാക്കാൻ താമസിക്കുന്നവര് യോഗയുടെ ഹയർ ലെവലിലേക്ക് പോകും. എന്താണ്? പ്രത്യാഹാര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എനിവേ അതിലേക്ക് പോകും. എന്തിനാണ്? അതാണ് ഹയർ സാധന യോഗയുടെ. അതാണ് യോഗ. രണ്ടാമത്തെ സാധനമാണ് തന്ത്ര. എന്താണ് തന്ത്ര? നിങ്ങൾ ഈ ഫിസിക്കൽ ബോഡി എടുത്തപ്പോൾ ഇവിടെയുള്ള എല്ലാ കാര്യവും എൻജോയ് ചെയ്യുകയും ചെയ്യും, പക്ഷെ ഒന്നിനോട് അറ്റാച്ച്മെന്റ് പറ്റത്തില്ല. ദാറ്റ് ഈസ് കോൾഡ് തന്ത്ര. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പം ഈ പ്രാണിക് ഹീലിംഗ് തന്ത്ര യോഗയാണ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ എക്സ്പീരിയൻസ് എവരിതിങ്, പക്ഷെ ഒന്നിനോട് ഒരു പരിധിക്കുള്ള അറ്റാച്ച്മെന്റ് പറ്റത്തില്ല. ഇപ്പൊ ജീസസ് ഒരു യോഗിയാണ്, അതുകൊണ്ടാണ് എന്റെ രാജ്യം ഇവിടെ അല്ല അവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നെഗേറ്റ് പ്രിൻസിപ്പിൾ. കൃഷ്ണ ഈസ് എ താന്ത്രിക് യോഗി. എന്താണ്? ഇവിടെയുള്ള എല്ലാം എൻജോയ് ചെയ്യുകയും ചെയ്യും, പക്ഷെ ഒന്നിനോട് അറ്റാച്ച്മെന്റ് ഇല്ല. അവസാനം കുടുംബം വരെ പൊടിച്ചിറക്കിട്ട് പോയ കഴിച്ചിട്ട് അറ്റാച്ച്മെന്റ് ഒന്നിനോടും ഇല്ല. അതാണ് താന്ത്രിക് യോഗ എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം.
താന്ത്രിക് ആകാം, ആണെങ്കിൽ ഈ പ്രാണിക് ഹീലിംഗ് പോലുള്ള സാധനങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. യോഗയാണെങ്കിൽ അതിന്റെ ഹയർ ലെവലിൽ പോകണമെങ്കിൽ, അല്ലാതെ ഇച്ചിരി എക്സസൈസ് ഒക്കെ വേണം, ഇച്ചിരി ഒരു സമാധാനം കിട്ടണമെങ്കിൽ ആ രീതിയിലും പ്രാക്ടീസ് ചെയ്യാം. ഇത് രണ്ടും വലിയ കടലുകളാണ്. ഇതിനകത്ത് ഇതിന്റെ കരിക്കുലം നിങ്ങൾക്ക് അവൈലബിൾ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏത് ലെവലിൽ എത്തണമെന്ന് തീരുമാനിച്ചിട്ട് ആ ലെവലിൽ എത്താനുള്ള ഇൻസ്ട്രക്ടറെയോ ഗുരുവിനെയോ സെലക്ട് ചെയ്ത് ആ സിസ്റ്റത്തെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പോകാം. അതാണ് ഈ പ്രാണിക് ഹീലിംഗ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഈ ചക്രാസിനെ പറ്റി അതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി ഒന്നും ഒത്തിരി പറയുന്നില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ ഓഫ് കോഴ്സ് മെഡിറ്റേഷൻ പ്രാർത്ഥനയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പരമഹംസ യോഗാനന്ദൻ പറയുന്നത് നിങ്ങൾ 80 വർഷം പ്രാർത്ഥിക്കുന്ന പ്രയോജനമാണ് 1 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്താലെന്നാണ്. ഓക്കെ, 80 വർഷം പ്രാർത്ഥിക്കുന്ന പ്രയോജനമാണ് 1 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്തതാണ്. അപ്പൊ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾ ഒത്തിരി എനർജിയെ കൊണ്ടുവരുക ചെയ്യും. മെഡിറ്റേഷന് ബാധ്യതകളും സാധ്യതകളും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് എന്റെ ബാധ്യത? മെഡിറ്റേഷന്റെ ബാധ്യത എന്താണ്? മെഡിറ്റേഷൻ ചെയ്യുന്നവര് കൊണ്ടുവരുന്ന എനർജിയെ കൈകാര്യം ചെയ്യാൻ അറിയണം. ഇത് പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് പുസ്തകം നോക്കി മെഡിറ്റേഷൻ പഠിക്കരുത്. ഏതെങ്കിലും കൊള്ളാവുന്ന ഇൻസ്ട്രക്ടറുടെ അടുത്തോ ഗുരുവിന്റെ അടുത്തോ പോയി മെഡിറ്റേഷൻ പഠിക്കണം. കാര്യം വെച്ചാൽ നിങ്ങൾ ഈ എടുക്കുന്ന എനർജി നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന എനർജിയെ താങ്ങാൻ പറ്റും. അതുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി നിങ്ങൾ ആവശ്യത്തിനുള്ള ശരീരത്തിൽ നിലനിർത്തിയിട്ട് എക്സസ് എനർജി നിങ്ങൾ റൂട്ട് മാറ്റി കളയണം. അത് ബ്ലസ് ചെയ്യാം, ഭൂമിയെ ബ്ലസ് ചെയ്യാം, വേറെ പല സംഭവങ്ങളെയും ബ്ലസ് ചെയ്യാം. ബാക്കി എനർജി നമ്മൾ ഭൂമിയിലേക്ക് റൂട്ട് ചെയ്ത് നോർമലാണ്. അപ്പൊ അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഗുരു മുഖത്ത് നിന്ന് പഠിച്ചിട്ട് ചെയ്യണം. മെഡിറ്റേഷന്റെ വരുന്ന എക്സസ് എനർജി നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് സിക്കായി പോകും. കാര്യം വെച്ചാലോ, മൂലമറ്റത്തുണ്ടാക്കുന്ന വൈദ്യുതി മൊത്തം നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് എന്നാ സംഭവിക്കും? നിങ്ങളുടെ ബൾബ് എല്ലാം അടിച്ചു പോകും. അത് പല ട്രാൻസ്ഫോമർ വഴി അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് നമുക്ക് കൊണ്ടുവരുന്നത്. അവിടെ തന്നെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി നിങ്ങൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വേണം നിങ്ങളിലേക്ക് എടുക്കാൻ. ബാക്കി നിങ്ങൾ ലോകത്തെ പ്ലസ് ചെയ്യാനും ലോക കല്യാണത്തിന് നിങ്ങൾ ഉപയോഗിക്കണം. അതാണ് ഒന്ന്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാ സംഭവിക്കും? പെട്ടെന്ന് നിങ്ങൾ സിക്കാവും. പിന്നെയോ പ്രാക്ടിക്കൽ അല്ലാതായി പോകും. ഈ യോഗികളാരും പ്രാക്ടിക്കൽ അല്ല പലരും. എന്റെ കാര്യം വേറൊന്നുമല്ല, പ്രാക്ടിക്കൽ ആകണമെങ്കിൽ ചില പ്രാക്ടീസുകളുണ്ട്. ആ പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്യണം. നിങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആയിരിക്കണം. ഹൈലി ഇന്റലിജന്റ്. ഈ യോഗ ഈ ഹയർ ലെവൽ ഓഫ് മെഡിറ്റേഷൻ ചെയ്യുന്നവര് പ്രാക്ടിക്കൽ അല്ലാതെ പോകുന്നു, അവധൂതന്മാരായി പോകുന്നു. എന്തുകൊണ്ട് അവധൂതന്മാരായി പോകുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ഭയങ്കര സ്പിരിച്വൽ പവർ ഉള്ള ആൾക്കാരുണ്ട്. അവര് ഡ്രസ്സ് കാണത്തില്ല, പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല. എന്താ കാര്യം? അവർക്ക് ലോവർ കോൺഷ്യസ് ഇല്ല. നമ്മൾ പറഞ്ഞു ഇപ്പൊ പിന്നെ ചക്രങ്ങളെ പറ്റി പറഞ്ഞു. ഹയർ ചക്രാസ്, ക്രൗൺ ഓഫ് ഫോർഹെഡ്, ആജ്ഞ, അങ്ങനത്തെ ചക്രയൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ മുകളിലോട്ടായിരിക്കും പിടി. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമേ ഉള്ളൂ. താഴോട്ടുള്ള കാര്യങ്ങള്, ഡ്രസ്സോ, ഇപ്പൊ നിങ്ങളുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം ഒക്കെ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഹെൽത്ത്, ഫിനാൻഷ്യൽ ഹെൽത്ത് ഒക്കെ ഉണ്ടാകുള്ളൂ. അപ്പൊ ഇതെല്ലാം വേണം. യു ഷുഡ് ബി എ ബാലൻസ്ഡ് പേഴ്സൺ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ, എവിടെ പ്രാക്ടീസ് ചെയ്താലും സിസ്റ്റമാറ്റിക് ആയിട്ട്, സയന്റിഫിക് ആയിട്ട്, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിന് പറ്റുന്ന സിസ്റ്റമാണ് നിങ്ങളുടേത് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിൽ നിങ്ങളെ പ്രാക്ടീസുകൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് അസുഖവും ഏത് പ്രശ്നമായിക്കോട്ടെ, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. അത് പ്രാണിക് ഹീലിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള എനർജി ഹീലിംഗ് എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് പിന്നെ നിങ്ങൾക്ക് പഠിക്കാം. കാര്യം വെച്ചാൽ ഇത് എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അത് പഠിച്ചാൽ നിങ്ങൾക്ക്, നിങ്ങളുടെ വീട്ടുകാർക്ക്, നാട്ടുകാർക്ക്, കൂട്ടുകാർക്ക് ഒക്കെ ഇത് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ലൈഫിന്റെ ഡയമെൻഷൻസ് മാറിപ്പോകും, ചിന്താഗതികൾ മാറിപ്പോകും. ഇനി നിങ്ങൾ പിന്നെ സാൽവേഷനിലേക്ക് പോകണമെങ്കിൽ, ജനന മരണ ചക്രത്തിന് പുറത്ത് കിടക്കണമെങ്കിൽ ഒത്തിരി അഭ്യാസമൊന്നും കാണിക്കണ്ട. ഇതിനകത്തെല്ലാം നല്ല പ്രാക്ടീസുകളുണ്ട്, ഒത്തിരി മെഡിറ്റേഷൻസ് ഉണ്ട്. മെഡിറ്റേഷന് പല പർപ്പസ് ഉണ്ട്. പല സൈസ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ കാര്യം പല പർപ്പസ് ഉണ്ട്. നിങ്ങൾ പല സൈസ് ഫുഡ് കഴിക്കുന്ന എന്തിനാണ്? ഓരോ ഫുഡിന്റെയും പിന്നെ എന്താ പറയുന്നത്, യൂട്ടിലിറ്റി വേറെയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ഒത്തിരി മെഡിറ്റേഷൻസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പർപ്പസ് അനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് എത്താവുന്ന ഹൈറ്റ്സിലൊക്കെ നിങ്ങൾക്ക് എത്താം. അതൊക്കെയാണ് ഇതിന്റെ സാധ്യതകള്. അപ്പോ ബാധ്യതകൾ കുറവാണ്, സാധ്യതകളാണ് കൂടുതൽ. അപ്പോ ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ, ഈ തെറാപ്യൂട്ടിക് യോഗ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ മെച്ചപ്പെടുത്തുക. നിങ്ങൾ വേണേൽ ഇത് പഠിക്കാൻ പറ്റിയ പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ അതിന്റെ ബുക്സ് വായിക്കാൻ ശ്രമിക്കുക. ഗൂഗിളിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച സോനുവിനും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും സമയമുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അറിയാവുന്ന കാര്യമാണെങ്കിൽ മറുപടി പറയാം. ഡോക്ടർ, താന്ത്രിക് ഹീലിംഗിനെ പറ്റി ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ?
എന്തോ Tantric healing. കേട്ടില്ല സാറേ, Tantric healing. ഒന്നുകൂടെ പറയാമോ? Tantric. താന്ത്രിക് 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 ഹീലിംഗ്. താന്ത്രിക് താന്ത്രിക് എന്നല്ലേ ഉദ്ദേശം സാറ്? അതെ ഹരി. ഓക്കെ, ലിസൺ. താന്ത്രിക് എന്ന് പറഞ്ഞ വാക്ക് തന്ത്ര എന്നുണ്ടായിട്ടുള്ള തന്ത്ര. ഞാൻ മുമ്പേ പറഞ്ഞു 2 സൈസ് പ്രാക്ടീസ് ഉണ്ട്. ഒന്ന് യോഗ, 2 തന്ത്ര. ഈ തന്ത്ര എന്ന് പറയുന്നത് ആണ് ഈ ചക്രയെ ബേസ് ചെയ്തുള്ള പരിപാടിയെല്ലാം തന്ത്രയാണ്. അപ്പൊ 3 കാര്യങ്ങളുണ്ട്: മന്ത്രം, യന്ത്രം, തന്ത്രം. അപ്പോ നിങ്ങളുടെ ശരീരമാണ് യന്ത്രം. നിങ്ങളുടെ ഈ ചക്രാസിനെ പറ്റിയുള്ള അറിവും അതിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം, ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിന്റെ തന്ത്രം. തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പത്തിൽ ചെയ്യുന്ന പരിപാടി അല്ലെ? നിങ്ങള് അരിയാട്ടി ദോശ ഇട്ടാല് അതൊരു ഇതാണ്. അതിന് പകരം മിക്സി ഉപയോഗിച്ച പരിസ തന്ത്രം. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ മന്ത്രം നിങ്ങളുടെ ശരീരമാണ് യന്ത്രം. ഈ ശരീരമാവുന്ന യന്ത്രത്തെ നിങ്ങള് തന്ത്രം ഉപയോഗിച്ച്, അത് ചക്രാസിന്റെ ആണ് അതിനെ ഉപയോഗിക്കുന്നതിനാണ് തന്ത്രം എന്ന് പറയുന്നത്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മന്ത്രം. ഒത്തിരി മന്ത്രങ്ങളുണ്ട്. ഇപ്പൊ ഏറ്റവും സിമ്പിൾ മന്ത്രമാണ്, ഏറ്റവും പവർഫുൾ മന്ത്രം, ആദ്യ മന്ത്രം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പ്രണവ മന്ത്രമാണ്. ഓം എന്ന് പറഞ്ഞ മന്ത്രമാണ്. അപ്പൊ അങ്ങനെ ഈ മന്ത്രം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തെ ഉപയോഗിച്ചിട്ട് അതിനകത്തുള്ള ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ സോളിനെ ഈസി ആയിട്ട് ശരീരത്തിന് പുറത്തോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ് എന്ത്? തന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ തന്ത്രം ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു ചക്രയ്ക്ക് അല്ല, നിങ്ങൾ പറഞ്ഞില്ലേ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപുരം എന്ന് പറഞ്ഞില്ലേ, ഈ ഓരോ ചക്രയ്ക്ക് ഒരു ഫിസിക്കൽ ഫംഗ്ഷൻ ഉണ്ട്, ഒരു സൈക്കോളജിക്കൽ ഫംഗ്ഷൻ ഉണ്ട്, ഒരു സ്പിരിച്വൽ ഫംഗ്ഷൻ ഉണ്ട്, ഒരു മെന്റൽ ഫംഗ്ഷൻ ഉണ്ട്, ഒരു എക്കണോമിക് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ എന്താണ് ഒരാൾക്ക് പൈസ ഇല്ല, ഫോർ എക്സാമ്പിൾ, അയാളുടെ മൂലാധാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അയാൾക്ക് പൈസ നമുക്ക് അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അയാൾ പെട്ടെന്ന് അയാൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ പൈസ കൊടുക്കുകയല്ല, അയാൾ ചെയ്യുന്ന ജോലിയിൽ അയാൾക്ക് കൂടുതൽ ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ജോലി ഇല്ലാത്തതിന് ജോലി, പ്രൊമോഷൻ ഇല്ലാത്തതിന് പ്രൊമോഷൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ അതാണ് തന്ത്രം. അപ്പൊ ഈ തന്ത്രം എന്ന് അറിയാവുന്ന ആൾക്കാർക്ക്, അല്ലേ, ഇത് തന്ത്രം എല്ലാവർക്കും അറിയത്തില്ല. അത് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചാല് നിങ്ങൾക്ക് ആ തന്ത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടാക്കാം. സാറേ ക്ലിയർ ആയോ സാറേ? ഹരിയോ. ഞാനൊരു കാര്യം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സാർ. പ്ലീസ് പ്ലീസ്. ഞങ്ങള് ഓഫീസിൽ എല്ലായിടവും പിന്നെ യോഗ ക്ലാസ് നടത്തിയപ്പോ കൊട്ടാരക്കരയുള്ള ചൈതന്യ ഹീലിംഗ് സെന്ററിലെ ഒരു ഫാദർ ആയിരുന്നു വന്ന്. ജേക്കബ് ജോൺ. പേര് ഞാനിപ്പോ മറന്നുപോയി. ഫാദർ ജേക്കബ് ജോൺ. അപ്പം ഫാദർ ആയിരുന്നു അന്ന് യോഗ ക്ലാസ് നടത്തിയതന്ന്. അപ്പൊ പിന്നെ ഒരു 2 ആഴ്ചത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്, അങ്ങനെ 2 കോഴ്സുകൾ ഞങ്ങൾക്ക് പിന്നെ ഇത് പ്രാണിക് ഹീലിംഗിനെ കുറിച്ച് അന്ന് പറഞ്ഞു തന്നു. അപ്പൊ ഞങ്ങളൊരു ബുക്ക് ഒന്ന് വാങ്ങിച്ചു, മാസ്റ്റർ ചോവോ കോക്സുയി പ്രാണിക് ഹീലിംഗിനെ കുറിച്ച്. അത് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ കേരള, ബേക്കർ ഹീൽ കോട്ടയം പബ്ലിഷ് ചെയ്തേക്കുന്നു. ഞാൻ പറഞ്ഞു അത് ഷെയർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹീൽ ചെയ്തൊന്നും ഇല്ല, നമ്മളിത് കുറച്ച് അറിയാം, അത്രയ്ക്കൊന്നും അറിയത്തില്ലല്ലോ. ഞാനൊരു കാര്യം പറയാം. ഇപ്പോ 2 കോഴ്സ് ചെയ്തു. അങ്ങനെ എന്തോ 2 ബേസിക്കും അഡ്വാൻസും ചെയ്തു അല്ലേ? അതെ അതെ. ഓക്കെ, ഞാനൊരു എന്നറിയാം, ഫാദർ ആയിരുന്നു അന്ന് വന്നേ. ഫാദർ നല്ല ഹീലറാണ്, നല്ല ട്രെയിനറാണ്, ഒക്കെയാണ്. അപ്പൊ ഈ എന്റെ ഒരു അഭിപ്രായം, പ്രാണിക് ഹീലിംഗ് പഠിച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഇപ്പൊ ഡോക്ടറായി, എല്ലാ ഡോക്ടറും പ്രാക്ടീസ് ചെയ്യും. എന്താ കാര്യം? 5 വർഷം കൊണ്ട് അവർ MBBS എടുത്തു, അവര് ലക്ഷങ്ങളോ കോടികളോ മുടക്കി പഠിച്ചു അല്ലെ? അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യും. പക്ഷേ ഇതിന്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തിരുന്ന് ട്രീറ്റ് ചെയ്യാം, ദൂരെ ഒന്ന് ട്രീറ്റ് ചെയ്യാം. ഇത് ഏൺ ചെയ്യാൻ കേട്ടോ. യു ക്യാൻ ഏൺ ലോട്ട് ഓഫ് മണി ത്രൂ പ്രാണിക് ഹീലിംഗ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ആരെയും പിടിച്ചു പറിക്കൊന്നും വേണ്ട. ഇപ്പം ബാംഗ്ലൂർ ഇരിക്കുന്ന നിങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് ഏത് അസുഖം നമുക്ക് മാറ്റാം. ഒരു തലവേദന മാറ്റാൻ വേണ്ടി 10 മിനിറ്റ്, ഒരു പനി മാറ്റാൻ വേണ്ടി ചിലപ്പം ഒരു മണിക്കൂർ, അല്ലെ ചിലപ്പോൾ 1 ദിവസം. കൊറോണ വൈറസ് മാറ്റാൻ ഞങ്ങൾ എടുത്ത 2 ദിവസമാണ് മിനിമം. പിന്നെ പ്രാണിക് ഹീലിംഗ് ഉപയോഗിച്ച വേറൊരു ഗുണം, ഒരു വീട്ടിൽ കൊറോണ വൈറസ് വന്നു എന്ന് വെച്ചോ, ആ വീട്ടിൽ ആർക്കും വരത്തില്ല. എന്ന് പറഞ്ഞാലും വന്നു പറഞ്ഞാൽ എന്നെ കുറ്റം പറയില്ല. പക്ഷെ നോർമലി ഒരാളെ ചികിത്സിച്ചാൽ ആ വീട്ടിൽ ആർക്കും വരത്തില്ല. അതിന്റെ കാര്യം വേറൊന്നുമല്ല, ഒരാളുടെ ഫിസിക്കൽ ബോഡി വരുമ്പോഴത്തേക്ക് മറ്റേ ആളുടെ ഓറയിൽ വന്നു കഴിഞ്ഞു, അയാളെ കൂടെ ഒന്ന് ട്രീറ്റ് ചെയ്താൽ അയാൾക്ക് ഫിസിക്കലൈസ് ചെയ്യാതെ പോകും. ഇപ്പൊ കണ്ണി സൂക്കേട് ഫോർ എക്സാമ്പിൾ, മെട്രാസൈ എന്ന് പറയുന്നത് ഇടത്തെ കണ്ണി വന്നാൽ വലത്തെ കണ്ണി വരത്തില്ല. അത്ര പവർഫുൾ ആണിത്. അപ്പൊ അത് നിങ്ങൾ പ്രാക്ടീസ്, നിങ്ങൾക്ക് അപ്പൊ ഇനിഷ്യേഷൻ കിട്ടി, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഒത്തിരി ഗുണം നമ്മുടെ വീട്ടിൽ തന്നെ
എനിക്ക് തന്നെ ഒരു ഡൽഹിയിലുള്ള ഒരു അഡ്വക്കേറ്റ് വിളിച്ചു. അവര് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഭയങ്കര ചെസ്റ്റ് പെയിൻ, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകണം, ഞാൻ ഇപ്പൊ ചാവുമെന്ന് വിളിച്ചു. 10 മിനിറ്റ് അവര് ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ്, ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു കുഴപ്പമില്ല, അതിന് മുമ്പ് അവരുടെ ഫിറ്റ്നസും എല്ലാം മാറി. അപ്പോ പ്രാണിക് ഹീലിംഗ് നിങ്ങൾ ഉപയോഗിക്കണം. ഇപ്പം മാഡം ഉപയോഗിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അവസരങ്ങൾ ഉപയോഗിക്കണം. പിന്നെ അത് കുറച്ച് പിന്നാങ്ങ് തെച്ചില്ല, പിന്നാങ്ങ് തിരക്കും, അത് അങ്ങനെ വേറെ അങ്ങ് കൊണ്ടല്ല. പോകുന്നു. നിങ്ങൾക്ക് പ്രാണിക് ഹീലിംഗിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാല്, ഇത് ഇപ്പൊ നമ്മളൊരു 2 ദിവസത്തെ ഓൺലൈനിലോ അല്ലെങ്കിൽ ഓഫ്ലൈനിലോ 4 ദിവസത്തെ ഓൺലൈനിലോ ഒരു ക്ലാസ് എടുത്താല് ഇതിന് കറക്റ്റ് ഫോളോ അപ്പ് തരാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇത് വേറെ ഒന്നുമല്ല, ഓരോ അസുഖത്തിനും ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കൽ കൊടുക്കാനുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം കൂടെ ഒരു 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തരുമ്പോഴത്തേക്ക് യു വിൽ ബി മെന്റലി കോൺസ്റ്റിപ്പേറ്റഡ്. അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ. അതിന് ഓൺലൈൻ ഇപ്പൊ ക്ലാസ് ഇപ്പൊ അവൈലബിൾ ആണ്. ഞാൻ ഉൾപ്പെടെ ആൾക്കാർ എടുക്കുന്നുണ്ട്. അതിന്റെ റിവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വരും. അത്രേ ഉള്ള ആൻസർ. എപ്പോഴും നിങ്ങളുടെ ഇൻസ്ട്രക്ടറെ വിളിക്കുക സംശയം ഉണ്ടെങ്കിൽ. നിങ്ങൾ പിന്നെ ആദ്യമേ ഇത് നമ്മൾ ഒരു തലവേദന മാറ്റി, അല്ലെങ്കിൽ ഒരു പല്ലുവേദന മാറ്റി, ഒരു പനി മാറ്റിയെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. ഈ സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. ആ ടെക്നിക്ക് ഉപയോഗിച്ച് മാറ്റി കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരും. അതിനകത്ത് നമുക്ക് പണവും കൂടെ കിട്ടിയെങ്കിൽ, ഞാനിപ്പം എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ ജോലി നോക്കി പുറത്ത് പോകണ്ട, നിങ്ങൾക്ക് പ്രാണിക് ഹീലിംഗ് കൊണ്ട് നല്ല ഇൻകം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഒരു ക്ലിനിക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇരിക്കണമെന്നില്ല. നിങ്ങളുടെ ഓഫീസിലിരുന്നാലും നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴും വണ്ടി നിർത്തിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതിന്റെ സാധ്യതകൾ ഉൾക്കൊള്ളുക. താങ്ക് യു മാഡം ഫോർ യുവർ ഷെയറിംഗ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, റീക്കി ചെയ്യുന്ന ഈ രീതിയിലാണോ? റേക്കി അല്ലേ ചോദിച്ചു? റേക്കി അതെ, 20 വർഷം മുമ്പ് ഞാൻ ചെയ്തായിരുന്നു. അപ്പൊ ഈ എനർജി കയ്യിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. യെസ്, ഇപ്പോഴും നിങ്ങൾക്ക് എനർജി കൈ ഫീൽ ചെയ്തില്ലേ നമ്മൾ ഇങ്ങനെ വെച്ചപ്പോ? ഇല്ല, ഫീൽ ചെയ്തു, പക്ഷെ അത്രത്തോളം എഫക്ട് ഇല്ലായിരുന്നു. പ്രാക്ടീസ് ചെയ്യുന്നില്ല. അത് പറയാം. റേക്കി എന്ന് പറയുന്ന സിസ്റ്റം ബുദ്ധിസ്റ്റ് ഭഗവാൻ ബുദ്ധനാണ് ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്നു. ഇതൊരു റേക്കി ചാനൽ, അതായത് അത് ഗുരു ശിഷ്യന് ഇനിഷ്യേറ്റ് ചെയ്ത്, അതായത് ശക്തിപത്ത് കൊടുക്കുക എന്ന് പറയും. ഗുരു പരമ്പരകളിൽ കൂടെ വരുന്ന എനർജിയാണ് അത്. ജീസസ് റേക്കി ചെയ്തതായിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ സംഭവം. പക്ഷേ അത് കഴിഞ്ഞൊക്കെ ഇതൊക്കെ നിന്നുപോയി. അത് കഴിഞ്ഞ് ഒരു ജാപ്പനീസ് മാസ്റ്റർ, ഒസുയി എന്ന് പറഞ്ഞൊരു മാസ്റ്റർ, അത് വീണ്ടും റീറ്റെയിൻ ചെയ്ത് പുള്ളി അറ്റ്യൂൺമെന്റ് എന്നാണ് പറയുന്നത്. അത് മാഡത്തിന് കിട്ടിയിരിക്കുന്നത് അറ്റ്യൂൺമെന്റ് വഴി നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങൾ പേഷ്യന്റിലേക്ക് കൊടുക്കുന്നു. സംഭവം ശരിയാണ്. റേക്കി യൂണിവേഴ്സൽ ഹീലിംഗ് എനർജിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അസുഖം മാറ്റാൻ പറ്റും, ഒരു തർക്കവുമില്ല. അത് ഹൈലി പവർഫുൾ തന്നെയാണ്. പക്ഷേ റേക്കിയും പ്രാണിക് ഹീലിംഗും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. റേക്കി ടച്ച് ചെയ്ത എനർജി കൊടുക്കുന്നത്, പ്രാണിക് ഹീലിംഗ് ടച്ച് ചെയ്യാതെ എനർജി കൊടുക്കുന്നത്. അതിനും ഡിസ്റ്റന്റ് ഹീലിംഗ് ഉണ്ട്, ദൂരെ ഇരുന്ന് ചെയ്യാം. ഇതിനും ഡിസ്റ്റന്റ് ഹീലിംഗ് ഉണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ റേക്കിയും പ്രാണിക് ഹീലിംഗും തമ്മിൽ വിലയിരുത്തുമ്പോഴത്തേക്ക് രണ്ടും നല്ലത് തന്നെ, ഒരു തർക്കമില്ല. പക്ഷേ അക്കോർഡിംഗ് ടു ഞങ്ങളുടെ ഗുരു ഗ്രാൻഡ് മാസ്റ്റർ ചോക്കോക്സിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ആൻസർ ഇതാണ്: റേക്കി ഈസ് ഇൻ ദ പ്രൈമറി ലെവൽ, പ്രാണിക് ഹീലിംഗ് ഈസ് ഇൻ ദ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ. റേക്കിക്കാർ പഠിക്കുന്ന പലർക്ക് ഇത് എന്നാ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പ്രാണിക് ഹീലിംഗിനെ സംബന്ധിച്ചിടത്തോളം ഓരോ എനർജി എവിടെ നിന്നാ വരുന്നത്, എന്താണ് സംഭവം, ഏത് ചക്രയിൽ നിന്നാ വരുന്നത്, അത് അവിടെ ചെന്നാൽ എന്നാ സംഭവിക്കും എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ നല്ല ബോധം പ്രാണിക് ഹീലേഴ്സിനുണ്ട്. ബിക്കോസ് അത് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇൻ ദ പ്രൈമറി ലെവൽ, ദിസ് ഈസ് ഇൻ ദ പോസ്റ്റ് ഗ്രാജുവേഷൻ. സർ, ഈ ബിഹേവിയർ ഡിസോർഡർ, പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള സാധനങ്ങൾ ഈ പ്രാണിക് ഹീലിംഗ് കൊണ്ട് മാറ്റാൻ സാധിക്കുമോ? നിസ്സാരമായിട്ട് മാറ്റാം. അങ്ങേയറ്റം ഒരു 3 എന്താ പറയുന്നത്, ഇത് കൂടുതൽ വേണ്ടി വരത്തില്ല. പിന്നെ അതിന്റെ ഒരു ഡെപ്ത് കൂടെ നോക്കണം കേട്ടോ. ബിഹേവിയർ ഡിസോർഡർ ഒക്കെ ചില ചക്രാസിനാണ് ഇത് കിടക്കുന്നത്. മിക്കവാറും OCD പോലെയുള്ള അവസ്ഥകൾ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അല്ലേ ഉദ്ദേശിച്ചത്? അത് നമുക്ക് നിസ്സാരമായിട്ട് മാറ്റാം. അപ്പൊ നിങ്ങൾക്ക് എന്തിനും പ്രാണിക് ഹീലറെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഒത്തിരി പ്രാണിക് ഹീലേഴ്സ് ഉണ്ട്. ഇവൻ ഇപ്പം എന്നെ വേണേലും കോൺടാക്ട് ചെയ്യാം. ഡിസ്റ്റന്റ് ഹീലിംഗ് നിങ്ങൾ അടുത്തിരുന്ന് ചെയ്യുന്ന പോലെ തന്നെ ദൂരെ ഇരുന്ന് ചെയ്യാം. അപ്പം അക്രോസ് ദ വേൾഡിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പേഷ്യൻസ് വരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഹീലറെയും വേണേൽ നിങ്ങൾ ഹീൽ ചെയ്ത് വിളിച്ചിട്ട് അയാളോട്ട് നിങ്ങളൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹീലിംഗ് എടുക്കാം. അപ്പൊ പിന്നെ വേറൊരു ഗുണം, ഈ പേഷ്യന്റുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസ് വേണമെങ്കിലും വരാമല്ലോ. അല്ല സാർ, ഇതിന് ബേസിക്കലി ഒരു അറ്റൻഷൻ വേണമല്ലോ സാറേ. അപ്പൊ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ളവർക്ക് ഈ OCD കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ അറ്റൻഷൻ കിട്ടാണ്ട്, അവർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ചക്രയില്ല ഇത് കിടക്കുന്നത്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്നു, അതല്ലേ പ്രശ്നം. ഗ്യാസ് ഓഫ് ചെയ്താൽ പിന്നെയും അങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ മറ്റേ കഥ അടച്ചിട്ടുണ്ടോ തോന്നുന്നു, അല്ലെ കൈ കഴുകിയിട്ട് ശരിയാകുന്നില്ല. ഇതൊക്കെ അല്ലേ മെയിൻ വിഷയം അല്ലേ? അതാണ് ബേസിക്കലി പറയുന്നത്. കൈ കഴുകുന്നു, പിന്നെ കഴുകുന്നു. ഇത് നമ്മുടെ ഒരു ചക്രയിലുള്ള ഒരു ടെൻഡൻസി ആയത്.
ഇതെല്ലാം ആക്ച്വലി ചക്രയിൽ നിന്നാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിലോട്ട് വരുന്നത്. അങ്ങനെയാണ് ഫിസിക്കൽ ബോഡിയിലോട്ട് വരുന്നത്. അപ്പോൾ ഫിസിക്കൽ ബോഡിയിൽ വരുന്ന ഒരു പ്രശ്നത്തിന്റെ റൂട്ട് ചക്രയിലായിരിക്കുന്നത്, ഒരു തർക്കവും വേണ്ട. അപ്പോ അതുകൊണ്ടാണ് ഈ ചക്രയെ നമുക്ക് ഈ OCDക്ക് കാരണമായിട്ടുള്ള എനർജി അവിടുന്ന് മാറ്റിക്കളയാൻ പറ്റും. അങ്ങനെ അതിന് ഓപ്പോസിറ്റ് എനർജി ഇവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിനെ മാറ്റാൻ പറ്റുന്നത്. ഫിസിക്കൽ ആയിട്ടുള്ള അസുഖങ്ങളെക്കാളും ഫാസ്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന സൈക്കോളജിക്കൽ പ്രശ്നം. ചിലപ്പോൾ അത് 1-2 ഹീലിംഗ് മതിയാവും. ഒരു 7 ഹീലിംഗ് കൂടെ ഒരിക്കലും അതിന് വേണ്ടി. ഹരി ഓം. എനിക്ക് തോന്നുന്നു സമയമായെന്ന് തോന്നുന്നു. ഹരി ഓം. ഓക്കെ, ആർക്കെങ്കിലും ഒരു ചോദ്യങ്ങളും ആരെങ്കിലും ഉണ്ടോ? ഇനി അത്യാവശ്യം ഹരിയോമണ കാഞ്ചനക്ക ചോദിച്ചോളൂ. ഇതിന്റെ ഫോൺ നമ്പർ എന്തെങ്കിലും എല്ലാ ഡീറ്റെയിൽസും തരാം. നമ്മുടെ ഫോൺ നമ്പർ വാട്സ്ആപ്പ് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെ സോനുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. സോനുവിനെ നിങ്ങൾ സോന എന്നാ വിളിക്കുന്നത് അല്ലേ? സോന. ഓക്കെ. ഹരി ഓം. സാറിന്റെ പേര്? ഹരി ഓം. ഞാൻ ഗോപകുമാർ. ഞാൻ കഴിഞ്ഞ ദിവസം സാറിന്റെ വേറൊരു ഇത് കണ്ടായിരുന്നു. ഓക്കെ, ശരി. വേറെ ആരോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾ കേട്ടായിരുന്നു. അത് ശരി. ഓക്കെ, വളരെ സന്തോഷം. നമ്മളെ കഴിഞ്ഞ 1-1.25 മണിക്കൂർ നമുക്ക് പ്രാണനെ പറ്റിയും കോശങ്ങളെ പറ്റിയും വളരെ വ്യക്തമായിട്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ കോശങ്ങൾ, ശരീരങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞെങ്കിലും വളരെ വ്യക്തമായിട്ട് അതിൻ്റെ എക്സാമ്പിളോടെ നമുക്ക് ഇന്ന് മനസ്സിലായി. അപ്പോൾ ഇനിയും എനിക്ക് തോന്നുന്നു നമ്മുടെ യോഗിക് പ്രാക്ടീസ് ഇനിയും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇനി മുൻപോട്ട് ചെയ്യാൻ സാധിക്കും. ഇത്രയും നേരം ഈ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ചുമ്മാതെ ചെയ്തുകൊണ്ട് പോയാലും അത്ര എഫക്റ്റ് വരത്തില്ല. അത് മനസ്സും ഇവിടെ വേണം. ഇപ്പോൾ ഡോക്ടർ മനോജ് ജോസ് സാറ് ഇന്ന് ഇവിടെ വന്ന് നമുക്കെല്ലാവർക്കും ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന സാറിന് നമ്മുടെ എല്ലാവരുടെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇതേപോലെ പറ്റുവാണെങ്കിൽ ഇനി മുൻപോട്ട് ഏതെങ്കിലും ഒരു ഞായറാഴ്ച നമുക്ക് വേറെ ഇതേലത്തെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു വിഷയം എടുത്ത് നമുക്ക് വീണ്ടും വരും എന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ശരി. ഹരി ഓം. ഇന്നത്തെ ഭൗതിക് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഞായറാഴ്ച വേറൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരി ഓം.